പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആമേൻ അതേ മിക്ക ഭവനങ്ങളിലും ദൈവമക്കളായിരിക്കുന്നു. ഇന്ന് പകലിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ കുടുംബമായി ദൈവസന്നിധിയിലായിരിക്കുന്നത്. കാലത്ത് 11:30 ലൈവിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം തക്കതായ തുണയെ ദൈവം സൃഷ്ടിച്ച ആദാമിന് ഹവ്വയെ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കുടുംബമെന്ന വ്യവസ്ഥ സ്ഥാപിച്ച സ്വർഗത്തിലെ ദൈവം തക്കതായ തുണയെ ഒരുക്കി കൊടുത്തതുപോലെ 2000 മെയ് മാസം 15-ാം തീയതി 10 മണിക്ക് സർവശക്തനായ ദൈവം, ദൈവസഭയും മാതാപിതാക്കളും സാക്ഷി നിൽക്കെ ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യയെ എനിക്ക് ജീവിത പങ്കാളിയായി സ്വർഗത്തിലെ വലിയവനായ ദൈവം നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്നു മുതൽ ഇന്ന് വരെ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ തലമുറകളുമായി കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങള് ദൈവത്തിന് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒപ്പം ഈ സമയം ആമേൻ ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഞങ്ങളെ ഇതുവരെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ പാടുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ സഭയിൽ ശുശ്രൂഷിച്ച സഭകൾ, സഭാജനങ്ങൾ, ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്ന, സാമ്പത്തികമായി സഹായിക്കുന്ന, അങ്ങനെ വിവിധ പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ അനേക പ്രിയപ്പെട്ടവർ, അവരോടെല്ലാം ഈ സമയം ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് പലരും വിളിച്ചു വിഷ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവിന്റെ ദാസന്മാർ രാവിലെ വിളിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എല്ലാം ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ കർത്താവ് ഞങ്ങളെയും ഒന്നിപ്പിച്ചു. നാളിതുവരെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് പകൽ അല്പസമയം ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ഇപ്രകാരം ലൈവിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളെ ദാനമായി നൽകി തന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലൈവിൽ ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. 2000 മെയ് മാസം 15-ാം തീയതി വിവാഹം കഴിഞ്ഞുവെങ്കിലും ഏകദേശം 3-3.5 വർഷം തലമുറയില്ലാതെ ഭാരപ്പെട്ടു. എന്നാൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളെ ദാനമായി നൽകി തന്നു. ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. One
കാത്തു സൂക്ഷിക്കുവാൻ, ആമേൻ, ഇത്രത്തോളം ഞങ്ങളെ അത്ഭുതമാക്കുവാൻ എന്ത് യോഗ്യതയാണപ്പാ ഞങ്ങൾക്കുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ കർത്താവിന്, ആമേൻ, ഞങ്ങളുടെ ഭാരങ്ങളിൽ, ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ ഞങ്ങളെ കൈവിടാതെ താങ്ങി നടത്തിയ കർത്താവിന് ഞങ്ങൾ ഒരുമിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങൾ തകർന്നുപോയി, എത്രയോ കുടുംബങ്ങൾ ഡിവേഴ്സ് ചെയ്യപ്പെട്ടു, എത്രയോ തലമുറകൾ നഷ്ടപ്പെട്ടു, എത്രയോ കുടുംബങ്ങൾ ആമേൻ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നു. ആമേൻ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവരായി പലരും നിരാശയോടായിരിക്കുമ്പോൾ, ആമേൻ, അവരെ ദൈവം കൂട്ടി യോജിപ്പിച്ച് അന്ന് മുതൽ ഇന്ന് വരെ ആമേൻ ഭാരങ്ങൾ കടന്നു വന്നപ്പോൾ, വേദനകൾ കടന്നു വന്നപ്പോൾ, രോഗങ്ങളും ദുഃഖങ്ങളും കടന്നു വന്നപ്പോൾ, ആമേൻ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് നാളിതുവരെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. എത്രയോ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങൾ കണ്ണുനീരിൽ ദുഃഖത്തിലുമായിരിക്കുമ്പോ ദൈവം നിങ്ങൾക്ക് നൽകിയ മാതാപിതാക്കളെ ഇത്രത്തോളം ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തിയത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ അവർക്ക് ആമേൻ തലമുറകളില്ലാതെ കണ്ണുനീരിൽ ദുഃഖത്തിലുമായിരിക്കുമ്പോൾ ദൈവം നമുക്ക് ദാനമായി നൽകിയ തലമുറകളെ ഓർത്ത് ഇന്ന് പകൽ നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് തലമുറകളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹിതരായ എത്രയോ പ്രിയപ്പെട്ടവര് നിസാര വിഷയങ്ങളുണ്ടായി ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാതെ അവര് രണ്ട് ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട്, അകന്ന് ജീവിക്കുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അങ്ങനെ കുടുംബപരമായി, സാമ്പത്തികമായി, ശാരീരികമായി, രോഗികളായി, ദുഃഖിതരായി കഴിയുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കരങ്ങളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ചേർത്ത് പിടിച്ച് ആമേൻ നമുക്ക് ആമേൻ നമ്മുടെ കുടുംബത്തെ ഇത്രത്തോളം കൊണ്ടുവന്ന അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തോട് ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊറോണ കാലയളവിൽ അനേക കുടുംബങ്ങൾ കണ്ണുനീരും ദുഃഖത്തിലുമായിരിക്കുമ്പോൾ ഭാരങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ കരം പിടിച്ചു നടത്തുന്ന നല്ല കർത്താവ് ആമേൻ നമ്മെ കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം ഉയർത്തി ചുരുക്കം വാക്കുകൾ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞിട്ട് കർത്താവ് 19 വർഷം കഴിഞ്ഞിട്ട് 20ാമത്തെ വർഷത്തിലേക്ക് 19 വർഷക്കാലം കർത്താവ് കുടുംബമായി ഒന്നുമല്ല പാവത്തിന് തലമുറയില്ലാതെ ഭാരപ്പെട്ട പാടി അവകാശമാണ് കുടുംബമായ ഞങ്ങളുടെ ബാധപ്പെടുത്തിലായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് നൽകിയ അവസരം ലൈവിലായിരിക്കുന്ന കർത്താവ് പ്രിയപ്പെട്ടത് ഏൽപ്പിക്കുന്ന കർത്താവെ ആരെങ്കിലും കർത്താവ് ഇന്ന് പാൽക്കാലം കർത്താവെ മക്കളില്ലാത്തവർക്കും മക്കളെ കൊടുക്കണം ഏത് പ്രാർത്ഥിക്കുന്നു കർത്താവ് തലമുറകളെ കൊടുത്തുമായിരിക്കണം ഏത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഏത് വിഷയത്തിന്മേലും ഭാരപ്പെടുന്നു ഈ വിഷയങ്ങളുടെ മേൽ അവന്റെ കാര്യം പ്രവർത്തിക്കുമ്പോഴാണ് വേദത്തോട് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ഇന്നത്തെ പ്രോഗ്രാം എല്ലാം നിങ്ങൾ മാറ്റിടുക. ആമേൻ. അങ്ങേക്ക് പ്രസാദമായി കർത്താവയുടെ ആക്രമേ പാട്ട് പ്രാർത്ഥന എല്ലാം കർത്താവ്
കർത്താവേ. ആമേൻ. ലൈവിലായിരിക്കുന്നു അനുഗ്രഹമായി കർത്താവ് യാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവേ ഞാൻ യേശുവിന്റെ മൂത്തേക്ക് നോക്കി ജീവിപ്പാ ഇഷ്ടത്തോളം കൊണ്ടുവരിക. അപ്പൊ ഞങ്ങൾക്ക് എന്ത് യോഗ്യത. അപ്പൊ അവിടുത്തെ കൃപ ഒന്ന് മാത്രമേ ഞങ്ങൾക്ക് കൃഷിയിലല്ലാതെ ഞങ്ങൾക്ക് എവിടെ പുകഴുവാനില്ല. അപ്പൊ അവിടുത്തെ കൃപയ്ക്കായി കരുണയ്ക്കായി നന്ദി പറയുന്നു. ഞങ്ങളെ കർത്താവ് വളർത്തിയെടുത്ത മാതാപിതാക്കളെ സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്നതെല്ലാം അപ്പന്റെ കരം കൂടി സഹായിക്കുന്നവരാണ്. അവരെ അനുഗ്രഹിക്കുന്നു മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാത്രത്തിലായിരിക്കുന്നു. ഞങ്ങളെ ശക്തി ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. കൊറോണ നിമിത്തം കർത്താവേ അനേകപ്പെട്ട പല വിധത്തിലുള്ള ഭാരങ്ങൾ പ്രയാസങ്ങൾ ഭാരപ്പെടുന്നുണ്ടല്ലോ. എല്ലാം അപ്പന്റെ കാര്യം പ്രവർത്തിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ആര് രോഗികളായി തീരുക അപ്പൊ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രായമറ്റു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാം തക്ക സമയത്ത് മംഗളകരമായ വിവാഹങ്ങളെല്ലാം നടക്കുക. അപ്പൊ അവർ സഹായിക്കുമാറാണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ചല്ലോ, ശക്തി വെച്ച് ബലപ്പെടുത്തിയല്ലോ, കുടുംബമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ഈ ക്വാറന്റൈൻ ദിനങ്ങളിൽ, ഈ കൊറോണ കാലഘട്ടങ്ങളിൽ അനേക പെൺകുഞ്ഞുങ്ങളുടെ, അനേക ആൺകുഞ്ഞുങ്ങളുടെ വിവാഹം നിശ്ചയം, ആമേൻ, അതെ, വിവാഹം ഒക്കെ നടക്കുവാൻ പ്ലാൻ ചെയ്തു. ആമേൻ. പലരും അത് നടക്കുവാൻ കഴിയാതായിരിക്കുന്നു. എന്നാൽ ഈ സാഹചര്യത്തിലും ആമേൻ ദൈവം ആമേൻ യോജിപ്പിക്കുന്നവര്, ആമേൻ, അതെ, ദൈവം കണ്ടിരിക്കുന്നവര് വിവാഹിതരാകുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നല്ലോ. ആമേൻ. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും, നമ്മൾ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഈ ദിവസങ്ങളിൽ വിവാഹിതരാകുന്നു. ആമേൻ. ഞങ്ങളുടെ കുടുംബത്തിലും ഒരു ആമേൻ ഞങ്ങളുടെ മോളുടെ വിവാഹം, എൻ്റെ ഇളയ ആന്റിയുടെ മോളുടെ വിവാഹം ഈ വരുന്ന 28-ാം തീയതി നടക്കുവാനായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുന്നു. ആമേൻ. അങ്ങനെ അനേക പെൺകുഞ്ഞുങ്ങളുടെ, അനേക ആൺകുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കേണ്ടതുണ്ടല്ലോ. നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ദൈവം അവർക്ക് കൊടുക്കണം. അവർ അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതത്തിന് ഉടമകളായി മാറണം. ദൈവം എല്ലാ നിലകളിലും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. തലമുറകൾ വഷളത്വം ആമേൻ നിറഞ്ഞ ലോകത്ത് ആമേൻ അത് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന സർവശക്തനായ ദൈവം തലമുറകളെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ആമേൻ. അതെ, ഒപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല എന്ന്. ആമേൻ. കർത്താവ് ആമേൻ നമ്മുടെ ഇടയിൽ, ആമേൻ, കർത്താവ് നമ്മുടെ നാഥനായി ഉണ്ടെങ്കിൽ ആമേൻ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിക്കുന്ന കുടുംബം തകർന്നു പോകുവാൻ ഇടയാകത്തില്ല. ആമേൻ. തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ തലമുറകൾ നശിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. തലമുറകൾ കരയുന്ന പ്രാർത്ഥിക്കുന്ന ഭവനത്തിലെ മാതാപിതാക്കൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന ആമേൻ കഴിഞ്ഞ കാലങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്കാക്കി തീർത്ത കർത്താവ് ആമേൻ അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളിതുവരെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കുടുംബങ്ങൾക്കും, വിശേഷാൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ആമേൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവരോടും ഞങ്ങൾ കടപ്പാടുള്ളവരാണ്. എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങളെ ഓർത്ത് വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ബലം. നാളിതുവരെ ആയി നിൽപ്പാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അതെ, രോഗങ്ങൾ കടന്നു വന്നു, പ്രതികൂലങ്ങൾ കടന്നു വന്നു. ആമേൻ. എത്രയോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഓപ്പറേഷന് വിധേയനായി. ആമേൻ. ഞാൻ കുടുംബസ്ഥനായി ഭാര്യയുമായി കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുമ്പോഴും ആമേൻ ഞാൻ ഓർക്കുന്നു, കർണാടകത്തിൽ ആമേൻ അതെ മംഗലാപുരത്ത് ആമേൻ ഹോസ്പിറ്റലിൽ വലിയ ഓപ്പറേഷന് വിധേയനായി. ആമേൻ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആമേൻ വളരെ പ്രതിസന്ധി നിറഞ്ഞിരിക്കുമ്പോൾ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. ഇന്ന് പകലിലും ആമേൻ കർത്താവ് നടത്തുന്ന വിധങ്ങളെ ഓർത്ത് പാടുവാനും പ്രാർത്ഥിക്കുവാനും കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ആമേൻ ദൈവവചനം പങ്കുവെക്കുവാനും ഒക്കെ കർത്താവ് ഒരുക്കുന്ന മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഏതെങ്കിലും കുടുംബങ്ങൾ ദുഃഖത്തിലായിരിക്കുന്നുവെങ്കിൽ, ആമേൻ നിരാശയിലായി
ആയിരിക്കുന്നുവെങ്കിൽ, ആമേൻ, അത് വിഭജിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, അകന്നിരിക്കുന്നുവെങ്കിൽ, ആമേൻ, നിങ്ങളെ ഒന്നിപ്പിക്കുവാൻ ശക്തനായ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആമേൻ. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ആമേൻ, പ്രതികൂലങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിന്റെ നടുവിലും കൈപിടിച്ച് നടത്തുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരു പാട്ടും കൂടെ പാടി ആമേൻ നമുക്ക് ദൈവത്തെ ആരാധിച്ചതിന് ശേഷം, ആമേൻ, എൻ്റെ പ്രിയ ഷീജ, പ്രിയപ്പെട്ടവള് അല്പസമയം ആമേൻ ദൈവവചനം ആമേൻ നമ്മോട് പങ്കുവെക്കുന്നതായിരിക്കും. ആമേൻ, അത് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവാം, എങ്കിലും കർത്താവ് കൊടുത്ത് കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തിന്റെ വചനം നമ്മോട് പങ്കുവെക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരു പാട്ടും കൂടെ പാടി ചേർന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. തലമുറകൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം. അവൻ അത് ഞങ്ങളുടെ കണ്ണുനീരിന് മറുപടിയായി. അവൻ എന്റെ പിതാവ് അവൻ ദൈവശബ്ദം കേട്ടു. അവൻ ദൈവസന്നിധിയിൽ 40 പകലും 40 രാവും ഉപവസിക്കുവാൻ തീരുമാനമെടുത്തു. അവൻ ആ സമർപ്പണത്തിൽ അവൻ എന്റെ മമ്മിയും
എൻ്റെ സഹോദരിയും ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവളും ആമേൻ സമർപ്പിക്കപ്പെട്ടു. ഏകദേശം 34ാമത്തെ ദിവസമാണ് ദൈവശബ്ദം കേട്ട് ഞാനും ആ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിപ്പാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ടു. എന്നാൽ ആമേൻ അന്നേ ദിവസം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടു. ആമേൻ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, ആമേൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആമേൻ ഞാൻ നിനക്ക് നൽകുകയാണ്. അങ്ങനെയാണ് ആമേൻ ഞങ്ങളുടെ ഒപ്പമായിരിക്കുന്ന ഞങ്ങളുടെ മൂത്ത മകൾ റൂഹമ, ആമേൻ ഹല്ലേലൂയ. അതേ കുഞ്ഞിന് 16 വയസ്സായി. ഹല്ലേലൂയ. ആമേൻ അവിടെ വളർച്ചയിൽ ആമേൻ ഞാൻ ഓർക്കുന്നു, പാലക്കാടിന്റെ മണ്ണിൽ ഞങ്ങൾ കാലുകുത്തി. മോൾക്ക് 6.5 മാസം പ്രായമുള്ളപ്പോഴാണ് ഞങ്ങൾ പാലക്കാട് വന്നത്. സ്തോത്രം. പാലക്കാട് അമ്പാട്ടുപാളയം എന്ന് പറയുന്ന സ്ഥലത്ത്, ചിറ്റൂരിനടുത്തുള്ള അമ്പാട്ടുപാളയം മുനിസിപ്പാലിറ്റിക്ക് അടുത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ അങ്ങനെ ഒരു വാടക വീട്ടിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിന് പനി വന്നിട്ട് ആമീൻ പനി മൂർച്ഛിച്ചു. ആമീൻ അതേ കുഞ്ഞ് മരണപ്പെട്ടു പോകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഹല്ലേലൂയ. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ആമേൻ ഞങ്ങളോടൊപ്പം ആരാധിക്കുന്ന അത് ദൈവമക്കൾ ആമേൻ അത് തിരുമേശൻ ഒരുക്കി വെച്ചിരിക്കുന്നു. അന്ന് ആമേൻ ഉണ്ടായിരുന്ന ആ സഹോദരങ്ങൾ ഇന്നും ഉണ്ട്. ആമേൻ ഞങ്ങളത് ആമേൻ അത് ഒരു വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട്. ആമേൻ അന്ന് കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞെടുത്ത് ആരാധനയ്ക്ക് ഇമ്പോർട്ടന്റ് കൊടുത്ത് ഞങ്ങൾ ഞായറാഴ്ച ആരാധിച്ച് ആമേൻ തിരുമേശ എടുക്കുവാൻ സമയമായപ്പോൾ ആമേൻ അതെ അന്നായിരുന്ന ജനത്തിന്റെ മധ്യത്തിൽ എന്റെ കുഞ്ഞ് ഉണരുവാൻ, കൈകാലുകളിട്ട് അടിക്കുവാൻ, ആമേൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നത് പോലെ ആമേൻ ഇനി ഉണരത്തില്ലെന്ന് പറഞ്ഞ ആ കുഞ്ഞ് ഉണർന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ആമേൻ സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പി, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഹല്ലേലൂയ. ആമേൻ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തികൾ ആമേൻ അതെ പറഞ്ഞാലും വർണ്ണിച്ചാലും മതി വരികയില്ല. സ്തോത്രം. അതിനുശേഷം എൻ്റെ ആന്റിയുടെ മോൻ ആമേൻ അതെ കല്ലടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ആമേൻ അതെ ഒരു ഹോസ്റ്റലിൽ ആമേൻ ഒരു ഓർഫനേജിൽ നിന്ന് പഠിക്കുവാനായിട്ട് ആമേൻ വന്ന സമയം ആമേൻ എൻ്റെ ആന്റിയുടെ മകനെ കൊണ്ടാക്കുവാനായി ഞങ്ങൾ കുടുംബമായി പോയി. എന്നാൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ ആന്റിയൊക്കെ ഉണ്ട്. ആമേൻ അതെ റോഡ് ക്രോസ് ചെയ്ത് വരുന്ന സമയത്ത് ആമേൻ അതെ 1.5-2 വയസ്സ് പ്രായമുള്ള ആമേൻ എൻ്റെ കുഞ്ഞ് ആമേൻ അതെ വാഹനം വരുന്നത് ശ്രദ്ധിക്കാതെ ആമേൻ എതിരെ പോകുന്ന എന്നെ കണ്ടിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഓടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ചീറി വന്ന വാഹനം തട്ടി തെറിപ്പിച്ചു എന്ന് പലരും ചിന്തിച്ചു, നിലവിളിച്ചു. പക്ഷെ അത്ഭുതകരമായി എൻ്റെ കുഞ്ഞിനെ ദൈവം സൂക്ഷിച്ചു. ഹല്ലേലൂയ. ആമേൻ അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പറയുവാനുണ്ട്. ആമേൻ ഞങ്ങൾ ആമേൻ ഒരിക്കൽ ബോംബെയിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കടന്നുപോയപ്പോൾ ആമേൻ അന്ധേരി എന്ന് പറയുന്ന ആമേൻ അതേ സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ആമേൻ ഞങ്ങൾ ആമേൻ പിക്നിക് പോയപ്പോൾ ആമേൻ ഞങ്ങളുടെ അങ്കിളും ആന്റിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആമേൻ ഞങ്ങളുടെ കുഞ്ഞ് വളരെ തിരക്കിനിടയിൽ മിസ്സായി പോയി. ആമേൻ അതെ ഞങ്ങളെല്ലാവരും നിലവിളിച്ചു. ആമേൻ അതേ മണിക്കൂറുകൾ ആമേൻ കുഞ്ഞിനെ കാണാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. ആമേൻ ഭാഷ അറിയാത്ത നാട്ടിൽ ആമേൻ ആരോട് പറയണം എങ്ങനെ ഒന്നും ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഞങ്ങളുടെ കുഞ്ഞ് ആമേൻ അത്ഭുതകരമായി കണ്ടുകിട്ടുവാൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഞങ്ങളുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയുടെയും മറുപടിയായി ആമേൻ 9 വർഷത്തിന് ശേഷം രണ്ടാമതൊരു പെൺകുഞ്ഞിനെ കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി. സ്തോത്രം. ആമേൻ ഞങ്ങളുടെ കുഞ്ഞ് പിറന്ന് ഏതാണ്ട് 15-20 ദിവസമായപ്പോൾ എൻ്റെ മാതാവ് പിതാവ് ഒക്കെയായി ആമേൻ ഞങ്ങൾ ആമേൻ പാലക്കാട് മലമ്പുഴയിൽ ആമേൻ എല്ലാവരും കൂടെ കൂടി 3 മാസത്തിന് ശേഷം ആമേൻ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ആമേൻ അതെ ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ വന്നപ്പോൾ സഹോദരങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ മലമ്പുഴയിലേക്ക് പോയി. സ്തോത്രം. അങ്ങനെ മലമ്പുഴയിൽ ഞങ്ങൾ ആയിരിക്കുന്ന സമയത്ത് ആമേൻ ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിന്റെ ആ ജനനത്തിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ മൂത്ത മോൾ അവിടെ വെച്ച് വീണ്ടും മിസ്സിംഗ് ആയി. ആമേൻ അതെ എൻ്റെ പിതാവ് അതെ എൻ്റെ മാതാവ് ഞങ്ങളെല്ലാം വളരെ ഭാരപ്പെട്ടു. ആമേൻ കുഞ്ഞ് ഞങ്ങളെ കാണാതെ ആ ഡാമിന്റെ പരിസരത്തൂടെ ഒക്കെ പോയി. അന്ന് വളരെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു. എന്നാൽ ആമേൻ അവിടെയുള്ള സ്റ്റാഫുകളോട് പറഞ്ഞ് അവർ അനൗൺസ്മെന്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അല്പസമയം വളരെ ഭാരപ്പെട്ട് ഭീതിയോടായിരുന്ന സമയം ഞങ്ങളുടെ കുഞ്ഞ് ആമേൻ അത് നഷ്ടപ്പെടാതെ വീണ്ടും ദൈവം നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. എന്റെ ജീവിതത്തിൽ ആമേൻ എന്റെ ആമേൻ ചെറുപ്രായത്തിൽ സംസാരശേഷി ഇല്ലായിരുന്നു. 13-ാമത്തെ വയസ്സിൽ ഒരു ഓപ്പറേഷന് വിധേയനായി. ആമേൻ. 21-ാമത്തെ വയസ്സിൽ വിവാഹിതനായി. അതിനുശേഷം 2 പ്രാവശ്യവും ഓപ്പറേഷന് വിധേയനാകേണ്ടതായി വന്നു. ആമേൻ. കുഞ്ഞുനാളിൽ പലപ്പോഴായി ഹോസ്പിറ്റലിൽ മാറി മാറി പോകേണ്ട നിമോണിയ, ടൈഫോയിഡ്, അങ്ങനെ ആമേൻ അതെ വിവിധമാകുന്ന രോഗങ്ങളാൽ കടന്നുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനകത്തു നിന്നെല്ലാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് സ്വർഗം കണ്ടതുകൊണ്ട് ആമേൻ നീക്കുമൂക്ക് നൽകി കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. കർത്തൃവേലയോടുള്ള ബന്ധത്തിൽ ആമേൻ 2001 മുതൽ ആമേൻ ഞങ്ങൾ കുടുംബമായി കോഴിക്കോട്, കണ്ണൂര്, ആമേൻ അതെ പാലക്കാട്, ഹൈദരാബാദ്, ബോംബെ എന്നീ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. ആമേൻ. ദീർഘവർഷമായി അത് 16 വർഷമായി ഞങ്ങൾ പാലക്കാട്, അതിൽ ചില വർഷങ്ങൾ മാത്രം ഇവിടുന്ന് മാറി നിന്നെങ്കിലും ദീർഘകാലം ആമീൻ അത് 14 വർഷത്തോളം എന്ന് പറയാം പാലക്കാടിന്റെ മണ്ണിൽ തന്നെ ഞങ്ങൾ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ ആമീൻ കർത്താവ് നൽകിയ ആ അനുഭവവും കർത്താവ് നൽകിയ കൃപയും ആമീൻ കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ നാമത്തിനു വേണ്ടി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകലിലും ഈ ലൈവിൽ ഈ സാക്ഷ്യം ഞങ്ങൾ പങ്കുവെക്കുമ്പോൾ നിരാശപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും കുടുംബം, ആമീൻ ഡിവേഴ്സിലായിരിക്കുന്ന ഏതെങ്കിലും കുടുംബം, ആമീൻ വിവാഹപ്രായമായിട്ട് വിവാഹം കഴിയാതായിരിക്കുന്ന ആരെങ്കിലും അത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ, തലമുറകളില്ലാത്തവർ ശ്രദ്ധിക്കുന്നെങ്കിൽ, വിവിധ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ആമീൻ നമ്മുടെ കഷ്ടത കാണുന്ന, നമ്മുടെ വേദന കാണുന്ന, നമ്മുടെ സങ്കടം കാണുന്ന, നമ്മുടെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ആമീൻ. അതെ നമ്മുടെ മാതാപിതാക്കള് നമ്മളെ വളർത്തു വലുതാക്കി. നമ്മൾ അവർക്കൊരു ഭാരമാകാതെ സെൽഫിഷായി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. എൻ്റെ ഭാര്യയുടെ വീട്ടിൽ ആമേൻ പിതാവ്, മാതാവ്, ഒരു സഹോദരിയുണ്ട്. നല്ല പ്രായാധിക്യത്തിലായിരിക്കുന്ന പിതാവ് ആമേൻ നിത്യരോഗി എന്ന് പറയാം. ആമേൻ ശാരീരികമായി വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. ഏതാണ്ട് ആമേൻ 10-73 വയസ്സോളമുണ്ട്. ആമേൻ അതേ ഭാര്യയുടെ മാതാവ് എൻ്റെ അമ്മ ആമേൻ ഏകദേശം 10-60 വയസ്സ് പിന്നിട്ടിരിക്കുന്നു. ആമേൻ അവര് രണ്ടുപേരും മാത്രമാണ് ഭവനത്തിലുള്ളത്. ആമേൻ വാർദ്ധക്യ സഹജമാകുന്ന ക്ഷീണങ്ങളൊക്കെ അവർക്കുണ്ട്. ആമേൻ അതെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. എൻ്റെ പിതാവ് ആമേൻ 60 വയസ്സ് 62 വയസ്സ് പിന്നിട്ടിരിക്കുന്നു. ആമേൻ എൻ്റെ മാതാവ് ഏതാണ്ട് 58-59 വയസ്സിനോട് അടുത്ത് വരുന്നു. കൃത്യമായി എനിക്ക് അറിയില്ല, എങ്കിലും 60 വയസ്സിന് താഴെയാണ്. ആമീൻ അവരും വീട്ടിൽ തന്നെയാണ്. എൻ്റെ മമ്മിയെ സംബന്ധിച്ചിടത്തോളം മരുന്ന് ഉപയോഗിക്കത്തില്ല. ശാരീരികമായി വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. ആമീൻ അതെ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത നിലയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എങ്കിലും ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ അത്ഭുതമാണ് ഇന്നും ജീവനോടായിരിക്കുന്നത്. ഇന്ന് പകലിലും അവർ ഉപവാസത്തോടെ പ്രാർത്ഥനയോടായിരിക്കുന്നുവെന്ന് അത് കേൾക്കുവാൻ കഴിഞ്ഞു. ആമേൻ. എൻ്റെ പിതാവ് ഏകദേശം 2 മാസത്തോളം ആകുന്നു ഒന്ന് വീണിട്ട് കാലിന്റെ മുട്ട് വളരെ ഭാരത്തിലും പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. ആമീൻ വൈദ്യൻ വന്ന് കെട്ടുന്നുണ്ട്, നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ആമീൻ ഈ കൊറോണ നിമിത്തം പോയി കാണാനോ ഒന്നും ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെ സഹോദരൻ ആമീൻ കുടുംബം 3 കുഞ്ഞുങ്ങൾ അവര് കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു. കർത്താവ് അവരെയും ക്ഷേമത്തോടെ നടത്തുന്നു. ആമീൻ ഈ ദിവസങ്ങളിൽ ആമീൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും 21 ദിവസം ആ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ ചെയ്യുന്നു. കർത്താവിന്റെ വേലയുടെ മുഖത്ത് സ്വദേശത്തും വിദേശത്തും ഒക്കെ ശക്തമായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആമീൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ആമീൻ ഞങ്ങൾക്ക് ഒരു സഹോദരിയുണ്ട്. ആമീൻ 3 ആൺകുഞ്ഞുങ്ങളാണ് അവർക്കുള്ളത്. ആമീൻ അളിയനും ആമീൻ അതെ അളിയൻ പെങ്ങളും 3 കുഞ്ഞുങ്ങളും കണ്ണൂര് എൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെയും ഒക്കെ അടുത്ത് ഒരു വീട് സ്വന്തമായി പണിത് അതിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ട്. എങ്കിലും കർത്താവിന്റെ വേലയെക്കുറിച്ചുള്ള ഉന്നതമായ വിളി അവരുടെ മേലുണ്ട്. കർത്താവിന്റെ വചനം ആമേൻ പോയി പഠിക്കുവാനൊക്കെ കർത്താവ് അവസരം കൊടുത്തു. ആമേൻ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വേലയുടെ മുഖത്ത് ശക്തമായിട്ട് പ്രയോജനപ്പെടാനായിട്ട് ആമേൻ അവരും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആമേൻ കുടുംബമായി ഞങ്ങൾ ആയിരിക്കുന്നിടത്ത് ഇന്നയോളം നടത്തിയ ആ ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്.
ഇതിനോടകം കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ കർത്താവിന്റെ നാമമായി കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ഈ കൊറോണ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കാസർഗോഡും കർത്താവിന്റെ ശുശ്രൂഷയുമായി കടന്നുപോയി. തിരുവനന്തപുരത്ത് ഒത്തിരി കടപ്പാടുള്ള ഭവനങ്ങളുണ്ട്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ഞങ്ങളെ വിളിച്ച് ക്ഷേമം തിരക്കുന്ന, അന്വേഷിക്കുന്ന ഞങ്ങളുടെ പ്രിയ കുടുംബങ്ങൾ അവിടെയുണ്ട്. ആന്റിമാരുണ്ട്, അങ്കിളുമാരുണ്ട്. അവരെ എല്ലാം ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. എടുത്തു പറഞ്ഞത് ഈ ദിവസങ്ങളിൽ അവർ ഞങ്ങളെ നിരന്തരം വിളിച്ച് ഞങ്ങളുടെ ക്ഷേമങ്ങൾ തിരക്കാറുണ്ട്. ഞങ്ങളുടെ പാലക്കാട് നെന്മാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 3 നില ബിൽഡിങ്ങിന്റെ മുകളിലാണ്. അത് ചുറ്റുപാടും മരങ്ങളൊന്നുമില്ല. രാവിലെ സൂര്യൻ ഉദിച്ച അസ്തമിക്കുന്നത് വരെ ഭയങ്കര ചൂടാ. പാലക്കാടിന്റെ ചൂടറിയാമല്ലോ. അതെ, ഞങ്ങള് നെന്മാറ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് അതെ കർത്താവ് ഞങ്ങളെ സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഒരു സഹോദരി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, അവർ കുടുംബസ്ഥരാണ്. 2 കുഞ്ഞുങ്ങൾ, ഒരു മോനും മോളും. അവര് ബാംഗ്ലൂര് തന്റെ ഹസ്ബൻഡിന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ അവിടെയാണ്. അവരെയും കർത്താവ് അത്ഭുതകരമായി നടത്തുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, എനിക്ക് 3 ആന്റിമാരുണ്ട്. കുഞ്ഞമ്മ ആന്റി എന്ന് പറയുന്ന ഒരു ആന്റിയുണ്ട്. ആ ആന്റിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. മൂത്ത കുഞ്ഞു വിവാഹം കഴിഞ്ഞു. അത് 3 കുഞ്ഞുങ്ങൾ അവർക്കുണ്ട്. ഭർത്താവും ഡ്രൈവറാണ്, അവരായിരിക്കുന്നു. ഇളയ കുഞ്ഞ് വളർച്ച മുരടിച്ച് ഓട്ടിസം പോലുള്ള ഒരു രോഗം ബാധിച്ച് അത് ഒരു പെൺകുഞ്ഞാണ്. ഏകദേശം 28-29 വയസ്സുണ്ട്. അത് കൊച്ചു കുഞ്ഞ് എന്ന നിലയിൽ വളർച്ച മുരടിച്ച് ബുദ്ധിയില്ലാതെ ആ കുഞ്ഞിനെ കൊണ്ട് ആന്റി വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. ദീർഘകാലമായി ഏതാണ്ട് 5 വയസ്സ് വരെ കുഞ്ഞിനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 5 വയസ്സിന് ശേഷമാണ് ആ കുഞ്ഞ് അങ്ങനെ ആയത്. കർത്താവ് അവരെ സൂക്ഷിക്കുന്നു. അങ്കിളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ രണ്ടാമത്തെ ആന്റി വലസ ആന്റി എന്ന് പറയും. 2 കുഞ്ഞുങ്ങളാണ് അവർക്കുള്ളത്. മൂത്ത മോനാണ്, അവൻ വിവാഹിതനായി. ഒരു കുഞ്ഞ് അവനുണ്ട്. അവര് കോയമ്പത്തൂര് ജോലി സംബന്ധിച്ച് അവിടെയാണുള്ളത്. അതുപോലെ തന്നെ പെൺകുഞ്ഞുണ്ട്, അവളും വിവാഹിതയാണ്, അവരും നാട്ടിൽ തന്നെ ഉണ്ട്. അതുപോലെ ഇളയ ആന്റി, ഞങ്ങള് വളരെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ആന്റി വളരെ കഷ്ടപ്പെട്ട് കർത്താവ് മാനിച്ച് ഇന്ന് ജോലി സംബന്ധിച്ച് കണ്ണൂര് ആയിരുന്നെങ്കിലും ജോലി സംബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് അവരായിരിക്കുന്നു. കർത്താവ് അവരെ അത്ഭുതകരമായി നടത്തുന്നു. 2 പെൺകുഞ്ഞുങ്ങളെ ദൈവം അവർക്ക് കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളർത്തുവാൻ വളരുവാനൊക്കെയും കർത്താവ് കൃപ കൊടുത്തു. അവരെ പഠിച്ച് നല്ലൊരു ജോലി ലഭിക്കുവാൻ തക്കണം അവർക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. മൂത്ത കുഞ്ഞിന്റെ വിവാഹമാണ് ഈ വരുന്ന 28-ാം തീയതി. ഓർത്ത് പ്രാർത്ഥിക്കണമേ. അതെ, ഒരു മോനുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ യൗവനക്കാരുടെ ഇടയിൽ കർത്താവുമായി അഭേദ്യ ബന്ധത്തിൽ പ്രാർത്ഥിച്ചു. നല്ല കാഴ്ചപ്പാടോടെ അവൻ ഫോറിനിലാണ്. അവൻ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ക്വാറന്റൈൻ കാലമാണല്ലോ, കൊറോണ കാലമാണല്ലോ. അവൻ ആയിരിക്കുന്ന സ്ഥാനത്ത് ദുഷ്ടം തൊടാതെ ദൈവം അവനെ സൂക്ഷിക്കേണ്ടതിനായിട്ട് അവനെ ഓർത്ത് പ്രാർത്ഥിക്കാം. എടുത്തു പറയേണ്ട ഒരാൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. എന്നെ കയ്യിലെടുത്ത് വളർത്തി. എനിക്ക് സംസാരശേഷി ഇല്ലാതിരുന്നപ്പോൾ സംസാരശേഷി നൽകുകയാണെങ്കിൽ ഇവനെ കർത്താവിന്റെ വേലയ്ക്ക് അയച്ചു കൊള്ളാമെന്ന് ദൈവത്തോട് നേർന്ന് എന്റെ ജനിപ്പിക്കുവാൻ കാരണമായ എൻ്റെ മമ്മിയേക്കാൾ ഉപരി എൻ്റെ കുഞ്ഞുനാളിൽ എന്നെ വളർത്തുവാൻ, എന്നെ പരിചരിക്കുവാൻ, കരയും. ഞാൻ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഏറിയ കാലം എന്നോടൊപ്പമായിരിക്കുന്ന അത് ഏതാണ്ട് 83 വയസ്സോളമുള്ള ഞങ്ങളുടെ അമ്മച്ചി, ഞങ്ങളുടെ എല്ലാ അമ്മച്ചി ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അമ്മണിയമ്മ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. വളരെ ആരോഗ്യത്തോടെ മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഹല്ലേലൂയ. കുഞ്ഞുനാളിൽ കർത്താവിന്റെ വേലയുടെ മുഖത്ത് അപ്പനും അമ്മയും കടന്നു പോകുമ്പോൾ എന്റെ അനുജനെയും അനിയത്തെയും സംരക്ഷിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇന്നും മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അമ്മച്ചി ഈ ക്വാറന്റൈൻ കാലത്ത്, ഈ കൊറോണ കാലത്ത് കാസർഗോഡ് ജില്ലയിൽ സുരക്ഷിതമായി ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ.
എൻ്റെ പപ്പയുടെ കുടുംബത്തിൽ സഹോദരങ്ങളുണ്ട്. കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്ന കൊച്ചുമക്കളുണ്ട്. അവരെ എല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ ജോലി സംബന്ധിച്ച് കർത്താവിന്റെ വേലയുടെ മുഖത്ത് ഒക്കെ ആയിരിക്കുന്നവരുണ്ട്. പപ്പയുടെ മൂത്ത സഹോദരി ആമേൻ പ്രായാധിക്യത്തിൽ എത്തിയിരിക്കുന്നു. അവർ കുടുംബസ്ഥരായി. ആമേൻ. അതെ, അങ്ങനെ എടുത്തു പറയുവാൻ ഒത്തിരി ഉണ്ട്. ആമേൻ. സമയത്തിന്റെ പരിമിതി കൊണ്ട് എല്ലാവരും ഈ സമയം ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവ് ഞങ്ങളെ അവിടെ ഇവിടങ്ങളായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കൃപയോർത്ത്, ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. ഞങ്ങൾ ആമേൻ വീട് പോകാതെ, താണു പോകാതെ, തകർന്നു പോകാതെ, വിശേഷം പാലക്കാടിന്റെ മണ്ണിൽ വന്നപ്പോൾ ആമേൻ ഞങ്ങളെ കൈ താങ്ങിയ, ഞങ്ങളെ കൈ പിടിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നിർദ്ദേശം നൽകിയ ഒത്തിരി ദൈവദാസന്മാരുണ്ട്, ഒത്തിരി കുടുംബങ്ങളുണ്ട്, ഒത്തിരി ദൈവമക്കളുണ്ട്. ആമേൻ. അവരെ എല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ മിടുക്കല്ല, ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ പ്രാപ്തിയല്ല. ആമേൻ. ഇന്ന് ഈ നെന്മാറയിൽ ഞങ്ങൾ നിലനിൽക്കുന്നതും അനേകരുടെ പ്രാർത്ഥനയാണ്, ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പിന്നെയും ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. തുടർന്ന് അല്പസമയം കർത്താവിന്റെ വചനത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട ആമേൻ സഹധർമ്മിണി ആമേൻ ഷീജ ആമേൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. ഹല്ലേലൂയ. Praise the Lord. സ്തോത്രം ചെയ്യുന്നു. സകല ഭക്തന്മാരും ആയുള്ളവർ വന്ന് കേൾപ്പി. അന്ന് എൻ്റെ പ്രാണന് വേണ്ടി വിളിച്ച് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. വാർക്കാരുടെ സാക്ഷിയാണ് ഇപ്പം. കർത്താവ് സഹായിച്ചു. പ്രത്യേക ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 19 വർഷം കഴിഞ്ഞ് 20ാമത്തെ വർഷത്തിലേക്ക് ഇന്ന് കാല് വെച്ചിരിക്കുകയാണ്. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ നടത്തി, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒന്നുമില്ല, എല്ലാം അവിടുത്തെ കർത്താവിൻ്റെ കൃപയൊന്നും മാത്രമാണ്. ഞങ്ങൾക്ക് മുഴുവൻ കൃഷിയിലല്ലാതെ മറ്റൊന്നുമില്ല. ഇന്നോട് നടത്തിയ കർത്താവിൻ്റെ കൃപയ്ക്കായി, കാരണയ്ക്കായി, ദയക്കായി നന്ദി പറയുന്നു. യോശു പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കുടുംബം ഞങ്ങളെ ഹോസ്വയ്ക്കുന്നു പറഞ്ഞ പോലെ കുടുംബമായി ദേശങ്ങളിലായിരിക്കും കർത്താവ് ഞങ്ങളെ സഹായിച്ചതാണ്. അതിനോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്രത്തോളം കർത്താവിൻ്റെ കരു കൂടി സഹായിച്ചു. ഇന്ന് വാക്കാലത്ത് ചിന്തയ്ക്കായി അല്പസമയത്ത് ചിന്തയ്ക്കായി നമുക്ക് 29 അധ്യായം അതിൻ്റെ 31, 32 വാക്യം വായിക്കാം. ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. അതിന് 35 വാക്യം വായിക്കാം. ലേയ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്റെ സങ്കടം കണ്ടു. ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞ് അവൾ അവന് രൂപേൻ എന്ന് പേരിട്ടു. ദൈവം ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. അത് പലപ്പോഴും നമ്മുടെ കഷ്ടങ്ങൾ കാണുവാൻ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം നമ്മുടെ അവസ്ഥകളെ കാണുന്നു. ദൈവം നമ്മെ അറിയുന്നു. ദൈവം നമ്മുടെ സങ്കടം കണ്ട് അവളിൽ നിന്ന് ഒരു യഹൂദയെ, അതായത് 35 വാക്യത്തിൽ വരുമ്പോൾ യഹൂദ എന്ന പേര്, അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. അതെ, ദൈവം അവളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം, അവളുടെ സങ്കടം കണ്ട് അവൾക്ക് ദൈവം ഒരു മകനെ കൊടുക്കുകയായി. അതുപോലെ പലപ്പോഴും എൻ്റെ അവസ്ഥ പറഞ്ഞ് ഞാൻ ഒരു യാക്കോബ പാരമ്പര്യത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവളാണ്. അതുപോലെ എൻ്റെ പപ്പ മമ്മി ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. നേരത്തെ ഫാസ്റ്റ് പറഞ്ഞല്ലോ. അതുപോലെ ഞാൻ മൂത്തതാണ്. എൻ്റെ താഴെയുള്ളത് ഇനി ഒരു അനിത്യാണ്. ഞങ്ങൾ യാക്കോബ പാരമ്പര്യത്തിൽ വളർന്നതിലും വേണ്ടുപോലെ വചനം അറിയാനൊന്നും കഴിഞ്ഞിട്ടില്ല. വല്ലപ്പോഴും ഒക്കെ പള്ളിയിൽ പോകും, അങ്ങനെയാണ് വളർന്നത്. എന്നാൽ എൻ്റെ 13ാമത്തെ
12ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവിനെ കാണുന്നത്. അതായത് ഞാൻ സ്കൂളിലോട്ട് പോകുമ്പോൾ, ഒരു ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഒരു ദേവദാസ് എന്നെ വഴിക്ക് വെച്ച് കാണുന്നുണ്ട്. മോളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അങ്ങനെ ദേവദാസൻ വീട്ടിൽ വന്നു. അങ്ങനെ മമ്മീനെ എല്ലാം കണ്ടു. മമ്മി ഒരു രോഗിയായിരുന്നു. എന്നാൽ ദേവദാസൻ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ സൺഡേന പള്ളിയിൽ പോകാൻ തുടങ്ങി. എന്നാൽ ആദ്യത്തെ 1-2 ആഴ്ച ഞാൻ പോയി. ഞാൻ ഭവനത്തിൽ തന്നെയായിരുന്നു. പിന്നെ ആഴ്ചകളിൽ ഞങ്ങൾ കുടുംബമായി ആരാധനയ്ക്ക് പോകേണ്ടതായി. അങ്ങനെ ദൈവത്തെ കൂടുതലായാലും കർത്താവിന് വേണ്ടി പോകാനും പാടുവാനും പ്രാർത്ഥിപ്പാനും ഓരോ ദിവസം വചനം വായിപ്പാനെല്ലാം കർത്താവ് സഹായിച്ചു. അതുപോലെ പിന്നെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്നാനപ്പെടുവാനിടയായി. സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാർ ഞങ്ങൾ സ്നാനപ്പെടുന്നതിന് മുമ്പ് പപ്പയുടെ വീട്ടിലും മമ്മിയുടെ വീട്ടുകാർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. എന്നാൽ അവിടെ കുടുംബമായി സ്നാനപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. അതുപോലെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു മഞ്ഞപ്പിത്തം വന്നിട്ട് സാധാരണ ബ്ലഡിലാണ് എനിക്ക് മഞ്ഞപ്പിത്തം വന്നത്. അങ്ങനെ അത് വന്ന് എൻ്റെ ലിവറിന് കയറി പിടിച്ചു. അത് അറിഞ്ഞില്ല. യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തെങ്കിലും യൂറിന് മഞ്ഞപ്പിത്തമില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് തളർന്നു പോയപ്പോഴാണ് എന്നെ എടുത്തുകൊണ്ട് തൃശ്ശൂർ അത്താണി മെഡിക്കൽ കോളേജിൽ കൊണ്ട്. അപ്പോൾ അവിടെ ചെന്ന് പെട്ടെന്ന് അവർ ഐസിയുയിൽ കയറ്റി പെട്ടെന്ന് അവർ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ എന്താണെന്ന് അറിയില്ല. പെട്ടെന്ന് കുഴഞ്ഞു. അപ്പോൾ അവർ വേഗം ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്തു. അപ്പോൾ മഞ്ഞപ്പിത്തമാണെന്ന് അറിഞ്ഞു. അപ്പോൾ അവർ വന്ന് ലിവറിന് കയറി പിടിച്ചു. നിങ്ങൾ 1 മണിക്കൂർ കൂടി താമസിച്ച് വരുന്നെങ്കിൽ നിങ്ങളുടെ മോളുടെ ബോഡിയെ കൊണ്ടുപോകാൻ പറ്റുള്ളായിരുന്നു. കർത്താവ് അവിടെ നിന്ന് വിളിച്ചു. അതായത് കർത്താവിന്റെ കഥ എന്നോട് കൂടി സഹായിച്ചു. അപ്പോൾ ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാനല്ലാതെ ആരും രക്ഷിക്കുന്നില്ല. അങ്ങനെ അവിടെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നീ എനിക്ക് എൻ്റെ ആയുസ് ആരോഗ്യം കൊല്ലം നീ എനിക്ക് നൽകിയാണ്. ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കോളാം അങ്ങനെ പറയാൻ തീരുമാനം എടുക്കുക. അവിടെ തന്നെ കടന്ന് ദൈവത്തോട് തീരുമാനം എടുക്കുക ഇടയാക്കി. അപ്പോൾ കർത്താവിനോട് പലപ്പോഴും കർത്താവ് എന്നോട് സംസാരിക്കാറുണ്ട്. എൻ്റെ വേലക്കുള്ളവളാണ്. എനിക്ക് കുഞ്ഞിനെ വലിയ ആഗ്രഹമായിരുന്നു ലാബിൽ പഠിക്കണം എന്നൊക്കെ. എന്നാൽ കർത്താവ് എന്നോട് സംസാരിക്കും. ആ ചിന്തകളെല്ലാം മാറ്റി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയുണ്ടായി. അങ്ങനെ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ 2 വർഷം കോളേജിൽ പോയി പഠിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് എൻ്റെ 18 വയസ്സ് കഴിഞ്ഞ് 19ാമത്തെ വയസ്സിലോട്ട് കയറിയപ്പോഴത്തേക്ക് വിവാഹം നടക്കുകയുണ്ടായി. അവിടെ നിന്ന് വരെയും കർത്താവ് കുടുംബമായി സഹായിച്ചു. പലപ്പോഴും കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേനും പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായെങ്കിൽ ആ സമയത്ത് ഡൈവേഴ്സിന്റെ ഒരു വക്കത്തെത്തി. എന്നാലും 30 വേറെ കത്തിപ്പോയില്ലാണ് തിരുവനന്തപുരത്ത് വായിക്കുന്ന പോലെ ഞങ്ങളുടെ കുടുംബത്തിൽ പിന്നെയും ഒന്നാക്കുമെന്ന് സ്വർഗത്തിൽ. മനുഷ്യൻ യോജിപ്പിച്ചില്ല, ദൈവം യോജിപ്പിച്ച് മനുഷ്യന് വേർപിടിക്കാൻ കഴിയത്തില്ല. കർത്താവ് ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവരും. ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളുടെ യോഗ്യത ഞങ്ങളുടെ പുണ്യപ്രവൃത്തി ഒന്നുമല്ല. കർത്താവിന്റെ കൃപ ഒന്ന് മാത്രമാണ് ഞങ്ങൾ ഇത്രത്തോളം നിലനിർത്തിയത്. Hallelujah, Jesus. നമുക്ക് ഒന്ന് ശൗമേൽ 1 അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കാം. 3-ാം വാക്യം, 3-ന്റെ 1-ാം വാക്യമാണ് 1-ാം വാക്യം. ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. അവൾ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയായ ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. ഞങ്ങൾ അതുപോലെ കർത്താവിന് കല്യാണം കഴിഞ്ഞു. അതുപോലെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. ഫസ്റ്റ് ഞങ്ങൾ കോഴിക്കോടാണ് പോയത്. കോഴിക്കോട് പോയി അവിടെ ഞങ്ങൾ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്ന് കർത്താവിൻ്റെ വേല ചെയ്യുവാനിടയായി. ഫസ്റ്റിൽ ഞങ്ങൾ ഒരു ചാണകം മെഴുകുന്ന വീട്ടിലാണ് ഫസ്റ്റിൽ അവിടെ പോയത്. അതുപോലെ ഒരു ഓല മടങ്ങി വീട്ടിലാണ് ഞങ്ങൾ പോയത്. ഞാൻ ജനിച്ചു വന്നപ്പോൾ സിമെന്റ് ഇട്ട വീട്ടിലൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്കതൊന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു. പലപ്പോഴും അന്നേരം സങ്കടം അറിയുന്ന പോലെ പലപ്പോഴും എൻ്റെ സങ്കടം ആര് വന്നില്ല, എൻ്റെ ദൈവം മാത്രമേ. എനിക്ക് അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് പഠിക്കും. കർത്താവ് എന്നെ സഹായിച്ചു.
അവിടുത്തെ വിശ്വാസികൾ പാവപ്പെട്ട വിശ്വാസികളായിരുന്നു. ഞങ്ങൾ ചാണം വിഴുകുന്ന വീട്ടിലായിരുന്നു ഓരോ ഓലയിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, നിന്നെ സുവിശേഷ വേലയ്ക്ക് വിട്ടു, നിന്റെ ഭർത്താവിൻ്റെ കൂടെ ഒക്കെ വിട്ടു, എങ്കിലും ഇങ്ങനെയുള്ള സ്ഥലത്തേക്കല്ല ഞാൻ നിന്നെ വിടാൻ തീരുമാനിച്ചത്, നീ അവൻ്റെ കൂടെ നിൽക്കണ്ട, തിരിച്ച് വീട്ടിലോട്ട് വരണം എന്നൊക്കെ പറഞ്ഞു. എങ്കിലും കർത്താവ് എന്നെ വിളിച്ചത് അല്ല പിതാവ്, ഞാൻ കർത്താവിൻ്റെ വാക്ക് കേട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയിട്ട് അന്ന് നിന്ന് എനിക്ക് ഞാൻ പട്ടിണി കിടന്നാലും ഞാൻ കടത്തിന് കിടന്നാലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. കർത്താവിൻ്റെ വേലയിൽ മുന്നേറണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത്. അങ്ങനെ കോഴിക്കോട് വന്ന് ആദ്യമൊക്കെ എനിക്ക് വിശ്വാസികളെല്ലാം അവിടെ ഇങ്ങനെ തലം മെഴുകാനും എല്ലാം കാണിച്ചു തരുമായിരുന്നു. പിന്നീട് അത് ഞങ്ങൾ എൻ്റെ ഭർത്താവ് വന്ന് നീ അത് പഠിക്കണമെന്ന് ഞാൻ അത് വളരെ താഴ്മയോടെ കേട്ട് അനുസരിച്ച് അത് ചെയ്യുവാൻ ഇടയായി. പിന്നീട് എല്ലാ ദിവസവും അത് ചെയ്യുവാനെല്ലാം ഇടയായി. അങ്ങനെ ഞങ്ങൾ അതെല്ലാം പഠിച്ച് അത് കഴിഞ്ഞ് കർത്താവ് ഞങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടിയെങ്കിലും കഷ്ടവും സങ്കടവും എല്ലാ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അനുഭവിച്ചെങ്കിലും അവിടുന്ന് കർത്താവ് ഞങ്ങൾ പിന്നെ പടിപടിയായ ഓരോ സ്ഥലങ്ങളിലേക്ക് ഉയർത്തുന്ന നല്ലൊരു ഭവനം തന്നു. അവിടെ ചെന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുകയായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു, 2.5 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, എന്നിട്ട് ഒരു തലമുറയില്ലാതെ 3 വർഷം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു 3.5 വർഷമായി. അപ്പോൾ ഞങ്ങൾ പകലെല്ലാം ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓരോ വീടുകളിലൊക്കെ ഞങ്ങൾ പോകും. ഞങ്ങളുടെ ചുറ്റുപാട് താമസം മുസ്ലിമുകളായിരുന്നു, അതുപോലെ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, ഹിന്ദുസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ ഓരോ വീടുകളിൽ സുവിശേഷം പറയുമ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് എത്ര വർഷമായി ചോദിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കല്യാണം അവിടെ ചെല്ലുമ്പോൾ അവർ പറയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പറയുന്നില്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു തലമുറയില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് കൈകൊടുത്ത് ദൈവം എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തലമുറയില്ല, ഞങ്ങളുടെ കുറവുകളെല്ലാം ദൈവത്തോടെ ഏറ്റുപറയാതെ ഹന്യയുടെ സങ്കടം അറിയുന്ന ദൈവം. പലപ്പോഴും അവളുടെ ഭർത്താവ് ഒന്ന് ചോദിക്കാറുണ്ട് അവളോട്, ഹന്യ നീ എന്തിനു ദുഃഖിക്കുന്നു, നീ എന്തിനു സങ്കടപ്പെടുന്നു, നിനക്ക് 10 പുത്രന്മാർക്കാൾ ഉത്തമനല്ലോ ഞാൻ. പലപ്പോഴും എൻ്റെ ഭർത്താവ് എന്നോട് ആ വാക്യത്തിൽ ചോദിക്കാറുണ്ട് നീ എന്തിനാ സങ്കടപ്പെടുന്നത്. എന്നാൽ ഞങ്ങളുടെ സങ്കടം ഞങ്ങൾക്കൊരു തലമുറ വേണമെന്ന് ദൈവം. എല്ലാവരും കല്യാണം കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞ 1 വർഷം 1.5 വർഷമൊക്കെ കഴിയുമ്പോൾ മക്കളുണ്ടാവും, ഞങ്ങൾക്ക് എന്തുകൊണ്ട് കുഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അന്നേരത്തിലാണ് എൻ്റെ ഫാദറിലോ ഒരു തലമുറ വേണം എന്നുള്ള ആഗ്രഹത്തോടെ 40 ദിവസം ഉപവസിപ്പയുടെയായി. അങ്ങനെ 40 ദിവസം ഉപവസിക്കുന്നതിൻ്റെ കൂടെ ലാസ്റ്റത്തെ 13 ദിവസം ദേവസേന എനിക്ക് ഉപവസിപ്പയുടെയായി. ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ 7 ദിവസം പ്രിയപ്പെട്ടിൽ ഉപവസിപ്പയുടെ. അങ്ങനെ ഉപവാസത്തിൽ പ്രാർത്ഥനകളും ആഗ്രഹമൊക്കെ ഒരു മൊത്ത കുഞ്ഞിനെ തലവിടെയായി. അങ്ങനെ അവൾ വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ 9 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത കുഞ്ഞുണ്ടാവുകയായി. എന്നാൽ ആ ഹന്യയുടെ നിലവിളിക്ക് ദൈവം മറുപടി കൊടുത്ത ദൈവം ഇന്നും പലരും ഞങ്ങളുടെ ഫോണിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ 2-3 പാസ്റ്റർമാർ കുടുംബങ്ങൾ തന്നെ വിളിക്കുകയുടെയായി. അതുപോലെ വിശ്വാസികൾ വിളിക്കുകയുടെ അവർ വിളിക്കുമ്പോൾ ലൈവ് പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പലരും ഞങ്ങളെ വിളിക്കാറുണ്ട്. ഞങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ ദേവദാസ് ഞങ്ങൾ മക്കളില്ലാതെ ഞങ്ങൾ ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ ദൈവം ഞങ്ങൾക്ക് തലമുറ നൽകുക. ആമേ ഹല്ലേലൂയ. ആ ഹന്യയുടെ നിലവിളി അവിടെ കരഞ്ഞ് പട്ടിണോട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഏലിശ പുരോഹിതന് പലപ്പോഴും അവൾ ആലയത്തിൽ ചെന്ന് കരയുമ്പോൾ അവൾ നീ എന്തിനാ പുറകുറുക്കുന്നത്, നീ എന്തിനാ കരയുന്നത് എന്നാൽ അദ്ദേഹത്തിന് ഏലി പുരോഹിതന്റെ കണ്ണ് മങ്ങിയിരുന്ന സമയത്താണ്. അപ്പോൾ ഏലി പുരോഹിതൻ അവിടെ ഇരുന്ന് ഹന്നയോട് ചോദിക്കാറുണ്ട്, ഹന്ന നീ അവളുടെ ആ സങ്കടം അറിയാൻ ദൈവം മാത്രമുണ്ടോ എന്നാൽ അവള് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഉപവസിച്ചു. കർത്താവ് അവളുടെ സങ്കടം അറിഞ്ഞ അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കൊടുക്കുകയുണ്ടായി. അതുപോലെ ദൈവം ഞങ്ങൾക്ക് 2 തലമുറ ഞങ്ങളുടെ സങ്കടങ്ങൾ അറിഞ്ഞ് ദൈവം ഞങ്ങൾക്കും തലമുറയെ പ്രിയപ്പെട്ട ഈ ലൈൻ ശ്രദ്ധിക്കുന്ന ആരായാലും അവരുടെ ദുഃഖം, അവരുടെ സങ്കടം, അവരുടെ കഷ്ടം, അവരുടെ ബുദ്ധിമുട്ട് അറിയുന്നത് അവർക്കും തലമുറ കൊടുക്കുന്ന ശക്തനായ ദൈവമാണ്. അബ്രഹാമിനോട് പറഞ്ഞ പോലെ ആ മണൽത്തരി നോക്കും, മണൽത്തരി പോലും നിങ്ങൾക്ക് തലമുറയെ തരാം. ഹല്ലേലൂയ. സ്തോത്രം. എലിസബത്തിന് തലമുറയെ കൊടുത്ത ദൈവം നമുക്ക് വേണ്ടി ഉദരത്തിൽ കുഞ്ഞുങ്ങളെ തരം സർവശക്തനായ ദൈവം, ശക്തിയുള്ള ദൈവമാണ്. നമുക്ക് പ്രാർത്ഥന, നമ്മുടെ സങ്കടം കാണുന്ന ദൈവം, നമ്മുടെ അവസ്ഥ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂടപ്പുറപ്പുകളോ കാണാൻ കഴിയുന്ന പ്രസംഗിക്കുന്നവനെ ലോകം അറിയും. ആമേ പ്രാർത്ഥിക്കുന്നവനെ ദൈവം മാത്രം അറിയും. നമ്മുടെ പ്രിയനുമായി നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പാരങ്ങൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്ന ദൈവം മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ രാത്രി വ്യാപാരത്തിൽ എഴുന്നേറ്റ് കഴിയുമ്പോൾ
നമ്മുടെ സങ്കടങ്ങളെ കാണുക. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. ഈ കൊറോണ കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ സമയം കൊണ്ടുണ്ട് ദൈവത്തോട് അടുത്തിരിക്കുക, ദൈവസന്നിധിയിൽ കാര്യവും പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ എത്രത്തോളം സഹായിച്ചല്ലോ, പിന്നെയും നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. വചനം വായിപ്പാനെല്ലാം കർത്താവ് ഓരോരുത്തരെ സഹായിക്കട്ടെ. അതുപോലെ സങ്കീർത്തനം 127 3-ാം വാക്യം വായിക്കാം. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ആമേൻ. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു. അതെ, നമ്മൾ മക്കളില്ലാതെ ഭാരപ്പെടുമ്പോൾ നമുക്ക് ദൈവം നമ്മുടെ ഉത്തരങ്ങളെ അറിയുന്ന ദൈവം. ആമേൻ. നമുക്കൊരു കുഞ്ഞിനെ തരുന്ന നമ്മുടെ പ്രതിഫലമാണ്, നമ്മുടെ അവകാശമാണ് നമ്മുടെ തലമുറ. ഈ ദിവസങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി നമുക്ക് കാര്യം പലപ്പോഴും പല തലമുറ ഉണ്ടായിട്ടും തലമുറകൾ നശിച്ചു പോകുന്ന അവസ്ഥകൾക്കാണ്. അവർ പിന്മാറ്റത്തിൽ പല സാഹചര്യത്തിലായിരിക്കണം. അപ്പോൾ എത്രയോ പ്രിയപ്പെട്ട തലമുറയില്ലാതെ ഭാരപ്പെടുന്നു. ദിവസം കർത്താവ് അവർക്ക് തലമുറയെ കൊടുത്ത് മാനിക്കട്ടെ. കർത്താവ് അവിടെ അനുഗ്രഹിക്കട്ടെ. സങ്കടങ്ങൾ അറിയുന്ന ദൈവം, ഭാരങ്ങൾ അറിയുന്ന ദൈവം, അവര് കഷ്ടങ്ങളെ അറിയുന്ന ദൈവം അവരെ അവിടുന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാട്ടെ. യഹോവ അവർക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കൊടുക്കട്ടെ. അതുപോലെ പലപ്പോഴും ഞങ്ങൾ ഈ നെന്മാറയുടെ പാലക്കാട് ദേശത്ത് വന്ന് ഒരുപാട് കഷ്ടവും സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ തല്ലുകൊണ്ടിട്ടുണ്ട്, എൻ്റെ മൂത്ത മോള് തല്ലുകൊണ്ടിട്ടുണ്ട്, പ്രിയപ്പെട്ടവരും തല്ലുകൊണ്ടിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ പാലക്കാടിൻ്റെ മണ്ണിൽ കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊള്ളുക. കർത്താവ് ഞങ്ങൾ എത്രത്തോളം സഹായിച്ചു. ആ ക്ഷാമകാലത്ത് ക്ഷേമമായി പോയിട്ടുന്ന ദൈവത്തിൻ്റെ അദൃശ്യமான കാലം ഞങ്ങൾ എത്രത്തോളം കൊണ്ടുവന്നു. കർത്താവ് എത്രത്തോളം ഞങ്ങളെ കുടുംബമായി സഹായിച്ചു. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തിരുവനന്തപുരത്തുനിന്നും എല്ലാവരും ഫോണിലൂടെ വിളിക്കുന്നുണ്ട്. ദേവദാസി എന്നുകൊണ്ട് വിശ്വസിച്ച് കൊറോണ കാലത്ത് എങ്ങനെയൊക്കെ എന്ന കർത്താവ് ഞങ്ങൾ ഇതുവരെയും നടത്തി. ഇതുവരെയും ആ സാരാഫത്തിലെ ആ വിധവയുടെ കേരളത്തിലൊരു പിടി മാവും പറഞ്ഞില്ല, അല്പം എണ്ണയുള്ളൂ, ദൈവം തീർന്നു പോയി എന്ന് പറയുമ്പോഴത്തേക്കും കർത്താവ് നിറയ്ക്കാൻ ശക്തനായ ദൈവമാണ്. ഇതുവരെയും അവിടുന്ന് ഞങ്ങളെ ക്ഷേമമായി ഇത്രത്തോളം ഞങ്ങളെ പോയിട്ട് പുലർത്തി ഞങ്ങളെ അവിടുന്ന് നടത്തി അവിടുന്ന് കൊണ്ടുവരുന്ന വിശ്വസ്തയ്ക്കാൻ കരുണയ്ക്കാൻ നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളെല്ലാം ഉണ്ട്, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥന. അവരെല്ലാവരും ആയിരിക്കും വെക്കേഷൻ ടൈമിൽ ഞങ്ങളെല്ലാവരും കാണാൻ പോകുന്നതാണ്. കാണാൻ പോകാൻ പറ്റിയില്ല, എന്നാലും കർത്താവ് അവരെ എല്ലാവരും ഇടങ്ങളായി കാത്തുപരിപാലിക്കുന്ന എല്ലാവരും വിളിച്ച് അന്വേഷിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടേതായ ഓരോ ഈ ദിവസങ്ങളിൽ അവരുടേതായ ഓരോ വിഷയത്തിന്മേൽ അപ്പൻ്റെ കരം പ്രവർത്തിക്കട്ടെ. എത്രത്തോളം ഞങ്ങളെ സഹായിച്ച കുടുംബമായി അനുഗ്രഹിച്ച് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യമുണ്ട്. ഞാൻ തന്ന സമയത്ത് ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വെള്ളിയാഴ്ചയുടെ പകലിൽ ആമേൻ ഇപ്രകാരം ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിക്കുകയാണ്. ക്ഷാമകാലത്തും ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം നമ്മെ താങ്ങി നടത്തുന്നല്ലോ. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ഉടഞ്ഞുപോയ, വീണുപോയ, തകർന്നുപോയ, കൈവിട്ടുപോയ, ഇനി പ്രതീക്ഷിക്കുവാൻ യാതൊരു വകയുമില്ലാതെ ആയിരിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. സൃഷ്ടിയുടെ ആരംഭം മുതൽ സൃഷ്ടാവാം ദൈവം താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് കണ്ടു. അത് ചീത്തയായി പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കുടുംബമെന്ന വ്യവസ്ഥ ഭൂമിയിൽ സ്ഥാപിച്ച സർവശക്തനായ ദൈവം ഏതെങ്കിലും ആക്കി വെച്ച കുടുംബം ചീത്തയായി പോകാതിരിക്കുവാൻ, തകർന്നു പോകാതിരിക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് നമുക്കറിയാം. വിവാഹ വേദികളിൽ തലമുറകളെ ഒരുമിപ്പിക്കുന്ന ദൈവം ക്രൈസ്തവ വിവാഹ വേദിയിൽ ദൈവദാസന്മാർ ദൈവവചനം പ്രസംഗിച്ച് കേൾപ്പിക്കാറുണ്ട്. എന്നാൽ അന്നേ ദിവസം അതൊന്നും പലരും കേൾക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം.
തകർന്നു പോകാതിരിക്കേണ്ടതിന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനും കരുതുവാനും ഒക്കെ എങ്ങനെ സാധിക്കും? ആമേൻ. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ തകർന്നു പോകുവാൻ അനുവദിക്കാത്ത ദൈവം അവിടിവിടങ്ങളായി ശത്രുവായവൻ തകർക്കുവാൻ നോക്കുമ്പോൾ ആമേൻ നീക്കുപോക്ക് നൽകി, ആമേൻ കൃപ നൽകി, ആമേൻ അവിടിവിടങ്ങളിൽ തൻ്റെ മക്കളെ ദൈവം സൂക്ഷിക്കുന്നു. കഴിഞ്ഞ 19 വർഷം, ആമേൻ ഇന്ന് 20ാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ കൃപയും ദൈവത്തിൻ്റെ കാവലും ദൈവത്തിൻ്റെ സൂക്ഷിപ്പും എത്രയോ വലിയത് വർണ്ണിക്കാതിരിക്കാൻ കഴിയത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവൾ ഓർപ്പിച്ചതുപോലെ ആമേൻ വൈഷമ്യ മേടുകളിൽ കയറിയപ്പോൾ തളർന്നു പോകാതെ ആമേൻ അതെ ചേർത്ത് നിർത്തി മാനിച്ച വിധങ്ങളെ ഓർത്ത് ഇന്ന് പകൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്പസമയം ആമേൻ അതേ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കും നിയോഗം തന്നിരിക്കുന്നു. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ആമേൻ അതെ അല്പമായി ആമേൻ ദൈവവചനം പങ്കുവെക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ ഇന്നലെ നമ്മൾ കൃപയാൽ രാത്രി അല്പം വൈകിയാണെങ്കിലും ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് പകലിലും അതിനോടനുബന്ധിച്ച് ആമേൻ ഇന്നത്തെ ഞങ്ങളുടെ ഈ പ്രത്യേക സന്തോഷ സമയത്ത് കർത്താവ് നൽകിയ വചനം പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായി യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 3-ാം വാക്യമാണ് വായിക്കുന്നത്. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിശന്ന മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇന്ന് വിശദീകരിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ആമേൻ. 2 പോയിന്റുകൾ മാത്രം തൊട്ട് പ്രാർത്ഥിച്ച് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും. ആമേൻ. ഇന്ന് ആമേൻ ഈ സമയം ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ ദുഃഖത്തിലിരിക്കുന്നവർ ഇനി ദുഃഖത്തിലിരിക്കാതെ അവർ ആനന്ദിക്കേണ്ടതിന് പകരം ആമേൻ ദുഃഖത്തിന് പകരം ആനന്ദം അനുഭവിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്നലകളിൽ ഞങ്ങൾ ദുഃഖിക്കേണ്ട സാഹചര്യങ്ങളിൽ, ദുഃഖിച്ച് തല കുമ്പിട്ട് ഒതുങ്ങിപ്പോകേണ്ട സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ തല ഉയർത്തി സന്തോഷിക്കത്തക്ക വിധത്തിൽ ആമേൻ ഞങ്ങളെ സഹായിച്ച, ഞങ്ങളെ നാളിതുവരെ കൊണ്ടുവന്ന ആ സർവശക്തനായ ദൈവം ആമേൻ അതെ സിയോനിലെ ദുഃഖിതന്മാർക്ക് ആനന്ദിക്കത്തക്ക വിധത്തിൽ അലങ്കാരമാലയായി ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന വിധങ്ങളാണ് ആമേൻ അത് യെശയ്യാപ്രവാചകനിലൂടെ ഇസ്രായേലിനോട് ദൈവം പറയുന്നത്. സ്തോത്രം. നമുക്കറിയാം അലങ്കാരമാല, അല്ലെ? അലങ്കാരം ഉണ്ടാകുന്നത് എവിടെയാ? ആമേൻ വിവാഹ വേദിയിൽ. ആമേൻ നമ്മുടെ വീടുകളായാലും ഓഡിറ്റോറിയം ആയാലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അലങ്കരിക്കാറുണ്ട്, അല്ലെ? വിശേഷ ദിവസങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? അലങ്കരിക്കാറുണ്ട്. ആമേൻ മരണ വീട്ടിൽ, വിലാപ വീട്ടിൽ ആമേൻ വലിയ ആമേൻ അതെ അലങ്കാരങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ ഒരു വിവാഹ വീട്ടിൽ, ആമേൻ ഒരു കല്യാണ വീട്ടിൽ ആമേൻ നമ്മള് ഡെക്കറേഷൻ അലങ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരു വീട്ടിൽ ആമേൻ ഹല്ലേലൂയ ആ ദുഃഖത്തെ ആമേൻ അതെ സന്തോഷമാക്കി തീർക്കുന്ന ഒരു ദൈവം. സ്തോത്രം. നമുക്കറിയാം മാർത്തയുടെ ആ ഭവനത്തില്, മറിയയുടെ ഭവനത്തില് പ്രിയനായ ലാസർ മരിച്ച് ആ 4 ദിവസം പിന്നിട്ടിരിക്കുക. വളരെ കഷ്ടതയിലൂടെ, കണ്ണുനീരിലൂടെ, പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന ആ ഭവനം സന്തോഷത്തിലേക്ക് ചുവടുകളെ വെക്കുവാൻ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവപുത്രനായ യേശു ആ ഭവനത്തിൽ ചെല്ലുവാൻ തക്കവണ്ണമിടയായി തീർന്നു. നമുക്കറിയാം അതേ കനാവിലെ കല്യാണ വീട്ടിൽ ആ കല്യാണ ദിവസം അവർ ദുഃഖിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അത് സന്തോഷം ആമേൻ ഇന്നലെ വരെ അനുഭവിക്കാത്ത, കഴിഞ്ഞ നിമിഷം വരെ അനുഭവിക്കാത്ത മാധുര്യം അനുഭവിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അവിടെയും നമ്മുടെ കർത്താവായ യേശു ഉണ്ടായിരുന്നു. യേശു ഉള്ളിടത്താണ് ആമേൻ ദുഃഖം സന്തോഷമായി മാറുന്നത്, ആമേൻ വിലാപം നൃത്തമായി മാറുന്നത്. ആമേൻ യേശു ഇല്ലാത്ത ഭവനങ്ങളിലാണ്
ആണ് ഡിവേഴ്സും തകർച്ചയും കണ്ണുനീരും ദുഃഖവും ഒക്കെ ഉണ്ടാവുന്നത്. ഞാൻ പറയുമ്പോ തെറ്റിദ്ധരിക്കരുത്. യേശു ഇല്ലാത്ത വീടെന്ന് പറയുമ്പോ യേശുവിനെ അനുസരിച്ച് ജീവിക്കാത്ത, യേശുവിന്റെ വാക്ക് അനുസരിച്ച ആ പത്രോസ് ശൂന്യമായ പടക് നിറയത്തക്ക പെരുത്ത മീൻകൂട്ടം ലഭിക്കുവാനും അവൻ നിമിത്തം അനേകര് സന്തോഷിക്കുവാനും ഒക്കെ ഇടയായിട്ട്. ഹല്ലേലൂയ. എന്ന് പകൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ, ജീവിതത്തിൽ അത്ഭുതങ്ങൾ വെളിപ്പെടണമെങ്കിൽ യേശുവുമായിട്ടുള്ള ബന്ധം ദൃഢമായിരിക്കണം. ഹല്ലേലൂയ. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലായി മാറി. അവിടെ ഒരു പുതിയ അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാൻ കഴിയുന്നു. ഇന്ന് പകൽ കുടുംബസ്ഥനാണോ നിങ്ങൾ? കുടുംബസ്ഥനായിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ നീ പലതിലും ദുഃഖിച്ചിരിക്കുകയാണോ? എന്റെ പ്രിയപ്പെട്ടവൾ ഓർപ്പിച്ചതുപോലെ, അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണോ നീ? അല്ല, തലമുറയുണ്ടായിട്ടും ആ തലമുറ നിത്യ രോഗിയായി കിടക്കുന്നത് കൊണ്ട് ഭാരപ്പെടുന്ന വ്യക്തിയാണോ? അല്ല, തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അത് നിമിത്തം നീ ദുഃഖത്തിലായിരിക്കുന്ന മാതാവോ പിതാവോ ആണോ? അല്ല, അകാലത്തിൽ പൊലിഞ്ഞുപോയ നിന്റെ തലമുറയോർത്ത് നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ നിന്റെ ദുഃഖത്തിന് അതേ പകരം ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്ത് സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ശക്തരായ ഒരു ദൈവത്തെ കുറിച്ച് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതെ, യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാര്യയെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവൾ അല്പമായി നിങ്ങളോട് പങ്കുവെക്കുവാൻ ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ. ലേയ എന്ന് പറയുന്ന അതേ ഒരു സഹോദരി. അത് ലേയ മാത്രമല്ല, റാഹേൽ എന്ന് പറയുന്ന ഒരു സഹോദരി. അങ്ങനെ രണ്ട് പെൺമക്കളുള്ള ലാബാന്റെ വീട്ടിൽ എത്തപ്പെട്ട യാക്കോബ് ഇഷ്ടപ്പെട്ടത് റാഹേലിനെയാണ്. എന്നാൽ അവന് കൊടുത്തത് ലേഖയാണ്. നോക്കുക, ലേഖ അവൻ ഇഷ്ടപ്പെട്ടവൾ അല്ല. അവൾ അനിഷ്ട എന്ന് കണ്ടു. അവള് വേദനിക്കാൻ തുടങ്ങി, അവള് കരയുവാൻ തുടങ്ങി. അവളുടെ കണ്ണിന് അല്പ ശോഭ കുറവായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പല കുറവുകൾ നിനക്കുണ്ടായേക്കാം. പലരും നിന്നെ മാറ്റി നിർത്തിയേക്കാം. പലരുടെയും നാടകത്തിന് ഇരയായി നീ മാറിയേക്കാം. എന്നാൽ ഒരു കാര്യം അവിടെ കാണുവാൻ കഴിയുന്നത്, അനിഷ്ട എന്ന് ദൈവം കണ്ടു. ഹല്ലേലൂയ. അവൾ അനിഷ്ടയാണ്. അവളുടെ സങ്കടങ്ങൾ ദൈവം കണ്ടു. അവളുടേതാകുന്ന ബുദ്ധിമുട്ട് ദൈവം കണ്ടു. അവളുടെ ഗർഭപാത്രത്തെ ദൈവം തുറന്നു. ഒരു തലമുറ, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, ഓരോ തലമുറ ഉണ്ടാകുമ്പോഴും അവൾ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവളിൽ നിന്നാണ് ഒരു യഹൂദ പുറത്തു വരുന്നത്. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ യഹൂദയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യഹൂദ ഗോത്രത്തിൽ നിന്നും അതെ ജനിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നോക്കിക്കേ, കണ്ണുനീരും ദുഃഖവും പേറിക്കഴിഞ്ഞ ലേയയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു തലമുറയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗോത്രത്തിൽ നിന്ന് ലോകരക്ഷകനായ യേശു ക്രിസ്തു പുറത്തു വന്നെന്ന് ഇന്നലകളിൽ കണ്ണുനീരൊഴുക്കിയ ഒരു മാതാവിന്റെ ഉദരത്തിൽ നിന്ന് ലോകരക്ഷകനായ യേശു ക്രിസ്തു പുറത്തു വരുവാൻ ഒരു ചരിത്രം ഒരു ജനറേഷൻ അതെ വാർത്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ കരയുന്ന മാതാവേ, ലേയെ പോലെ അനിഷ്ടയെന്ന്, ലേയെ പോലെ കുറവുള്ളവളെന്ന് കണ്ടിട്ട് പലരും നിന്നെ മാറ്റി നിർത്തിയേക്കാം. എന്നാൽ നിന്നെ ചേർത്ത് നിർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നോക്കുക, ഹന്നയുടെ കണ്ണുനീരിനെ കണ്ട ദൈവം ഇവിടെ ഇതാ ലേയയുടെ കണ്ണുനീരിനെ കണ്ട ദൈവം അവളുടെ ഗർഭപാത്രം തുറന്ന് അവൾക്ക് തലമുറയെ കൊടുക്കുകയാ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവർ പലപ്പോഴും നിലവിളിക്കുന്നത് കാണുന്നു. അവരുടെ കഷ്ടങ്ങൾ ദൈവം കാണുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ, മക്കൾ യഹോവ നൽകുന്ന ദാനമാണ്, ഉദരഫലമാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 31-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ഇസ്രായേൽ ദൈവത്തോട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവം കേട്ടു, ദൈവം കടാക്ഷിച്ചു. അതുകൊണ്ട് ദൈവം
ദൈവത്തെ അവര് കുമ്പിട്ട് ആരാധിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ആമേൻ. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ആമേൻ തലമുറകളെ നൽകുമ്പോൾ, നന്മകളെ നൽകുമ്പോൾ, അതേ ഹന്ന ചെയ്തതുപോലെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇസ്രായേൽ അതേ ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കുവാൻ തയ്യാറായതുപോലെ ദൈവത്തെ ആരാധിപ്പാൻ യോശുവയോട് ചേർന്ന് ഞാനും എന്റെ കുടുംബം യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 26-27 വാക്യം വായിക്കുമ്പോൾ അവിടെയും നമുക്ക് ആവർത്തിച്ച് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ച് നടത്തുന്ന വിധങ്ങൾക്കൊത്തവണ്ണം ദൈവത്തെ സ്തുതിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ആമേൻ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരട്ടെ. ആമേൻ. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദുഃഖത്തെ മാറ്റി ആമേൻ സന്തോഷത്തെ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ആമേൻ കാണുന്നത് ഇങ്ങനെയാ: നിന്നെ ഇനി അശുഭ അഥവാ തിക്ത എന്ന് വിളിക്കുകയില്ല. ആമേൻ. അതെ, തിക്ത, ആമേൻ, ത്യജിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. എല്ലാവരും ത്യജിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണോ നീ ആയിരിക്കുന്നത്? ഹല്ലേലൂയ. നമുക്കറിയാം, യോസേഫ് തന്റെ സഹോദരങ്ങളാൽ ത്യജിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. തന്റെ കുടുംബത്തിൽ അവൻ ത്യജിക്കപ്പെട്ടവനാണ്. അവൻ ചെല്ലുന്നിടത്തെല്ലാം പലരും അവനെ ഒഴിവാക്കുന്നു, അവനെ ത്യജിക്കുന്നു. ഇന്ന് പകൽ ആരെയും ത്യജിക്കപ്പെട്ടവനായി ദുഃഖം പേറി കഴിയുന്ന വ്യക്തിയാണോ നീ? നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സഹോദരങ്ങളാൽ ത്യജിക്കപ്പെട്ട ആമേൻ പൊട്ടക്കണത്തിലേക്ക് എടുത്തെറിയപ്പെട്ട ആമേൻ യോസേഫ് അവിടെ തീർന്നു പോകുവാൻ അനുവദിക്കാതെ അവനെ അവിടെ നിന്ന് കയറ്റി ആമേൻ മിസ്രൈമിലേക്ക് വിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു വന്നു. എന്നാൽ യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി ആമേൻ അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായിലിയുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായ അകമ്പടി നായകനായ പോത്തിഫേർ എന്ന ഒരു മിസ്രൈമിൽ അവനെ വിലയ്ക്ക് വാങ്ങി. നോക്കണമേ, ആമേൻ സ്വന്തം കുടുംബത്തിൽ നിന്ന് ത്യജിക്കപ്പെട്ടവൻ. ആമേൻ അതെ പൊട്ടക്കണത്തിൽ എടുത്ത് എറിയപ്പെട്ടവൻ. ആമേൻ ഒതുങ്ങിപ്പോകുവാൻ അനുവദിച്ചില്ല. അവനെ 30 വെള്ളിക്കാശിന് ആമേൻ വിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. അവനെ വിലയ്ക്ക് വാങ്ങുവാൻ അതേ പോത്തിഫേർ ഹല്ലേലൂയ തയ്യാറായി. ആമേൻ. അങ്ങനെ പോത്തിഫേർ ആമേൻ അതെ അവനെ വിലയ്ക്ക് വാങ്ങി. അവനിപ്പോൾ മിസ്രൈമിൽ വളരുകയാണ്. സ്തോത്രം. നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ആമേൻ അതെ ഇനി അശുഭ തിക്ത എന്ന് വിളിക്കുകയില്ല, നിന്റെ ദേശത്തെ ശമാമ അല്ലെങ്കിൽ ശൂന്യം എന്ന് പറയുകയുമില്ല. ആമേൻ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ശൂന്യതയുടെ അനുഭവമാണോ? ആമേൻ. നിന്റെ ജീവിതം ശൂന്യമായി പോയി എന്ന് തോന്നുകയാണോ? പാഴ്വസ്തു പോലെ ആയിത്തീർന്നു. അതെ, ആരോ നിമിത്തം നീ പാഴായി പോയി, ശൂന്യമായി പോയി. ആമേൻ. എന്നാൽ ഇതാ ആമേൻ അതെ ഉൽപ്പത്തി പുസ്തകം 39-5 വായിക്കുമ്പോൾ, അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസേഫിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീട്ടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവരുള്ള സകലത്തിലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി. നോക്കിക്കെ, ത്യജിക്കപ്പെട്ട യോസേഫ് എത്തപ്പെട്ട ആമേൻ രാജ്യത്ത് ആമേൻ അവനെ വിലയ്ക്ക് വാങ്ങിയ ആ ഭവനം ആമേൻ യോസേഫ് നിമിത്തം എന്ത് ചെയ്തു? അനുഗ്രഹിക്കപ്പെട്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ വലിയ അനുഗ്രഹം ഉണ്ടായെന്ന്. ആമേൻ ത്യജിക്കപ്പെട്ട യോസേഫ് എത്തപ്പെട്ട രാജ്യം ആമേൻ ഭവനം അവിടെയുള്ള സകലതും അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ആമേൻ ത്യജിക്കപ്പെട്ടവളായി കരയുന്ന മാതാവാണോ നീ? സഹോദരിയാണോ? പിതാവാണോ? മാതാവാണോ? ആരും ആയിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിലെ സമർപ്പണ നിമിത്തം ആമേൻ അനേകര് അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ്. അത് വലിച്ചെറിയപ്പെട്ട യോസേഫ് നിമിത്തം, ത്യജിക്കപ്പെട്ട യോസേഫ് നിമിത്തം ആമേൻ സഹോദരങ്ങൾ ആമേൻ അത് ഒഴിവാക്കിയ ആ സഹോദരൻ നിമിത്തം ഇതാ മിസ്രൈമിൽ ആമേൻ അനേകർ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി 41-54 വായിക്കുമ്പോൾ ആമേൻ യോസേഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള 7 സംവത്സരം തുടങ്ങി. ആമേൻ അവനൊരു സ്വപ്നമുണ്ടായിരുന്നെന്ന്, അവൻ ദൈവവുമായിട്ടൊരു കണക്ഷനുള്ള വ്യക്തിയായിരുന്നെന്ന്, അവൻ സ്വന്തം കുടുംബത്തിൽ ആ ദർശനം പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെന്ന്, അതുകൊണ്ട് അവൻ ത്യജിക്കപ്പെട്ടത്. ഇന്ന് പകൽ ദൈവത്തിനു വേണ്ടി, ദൈവത്തിന്റെ ശബ്ദമായി, ദൈവത്തിന്റെ നാവായി ആമേൻ ദൈവത്തിന്റെ ദർശനപ്രകാരം ചുവടുവെക്കുന്ന അഭിഷക്തനെ, സഹോദര സഹോദരി, മാതാവേ പിതാവേ, ആമേൻ ദൈവത്തിനു വേണ്ടി നീ എരിയുവാൻ തക്കവണ്ണം അതെ സമർപ്പിക്കപ്പെടുമ്പോൾ ലോകം നിന്നെ ത്യജിച്ചേക്കാം, ലോകം നിന്നെ പുച്ഛിച്ചേക്കാം, ഒരുപക്ഷെ നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ വലിച്ചെറിഞ്ഞേക്കാം. എന്നാൽ വലിച്ചെറിയപ്പെട്ട, ത്യജിക്കപ്പെട്ട, ഒറ്റപ്പെട്ട, നാടുകടത്തപ്പെട്ട യോസേഫ് നിമിത്തം
ആമേൻ അതെ അവൻ ചെന്ന് രാജ്യം അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ അവൻ പോകുന്നതിന് മുമ്പ്, അവൻ ത്യജിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ തന്റെ സഹോദരങ്ങളോട്, തന്റെ മാതാവിനോട്, ആമേൻ തന്റെ പിതാവിനോട് തന്റെ സ്വപ്നത്തെ കുറിച്ച്, തന്റെ ദർശനത്തെ കുറിച്ച് പങ്കുവെച്ചു. ആമേൻ യോസേഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള 7 സംവത്സരം തുടങ്ങി. സകല ദേശങ്ങളിൽ ക്ഷാമമുണ്ടായി. നോക്കണമേ, ഇന്ന് കൊറോണ കാലം. ആമേൻ ക്വാറന്റൈനിൽ കഴിയുക, രാജ്യം മുഴുവൻ ക്ഷാമത്തില, വൈഷമ്യ മേടുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അക്കാലത്ത് അത് സംഭവിക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു സംഭവം വരാൻ പോകുന്നുവെന്ന് ദൂത് പറഞ്ഞ യോസേഫിനെ ത്യജിച്ചു, ഒറ്റപ്പെടുത്തി, എടുത്തെറിയപ്പെട്ടു, അന്യ രാജ്യത്തേക്ക് നാടുകടത്തി, വിറ്റുകളഞ്ഞു. എന്നാൽ ആമേൻ സംഭവിച്ചത് കേൾക്കണമോ? ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ ദൂത് ആമേൻ നിറവേറി. കൊടിയ ക്ഷാമമായി. എന്നാൽ യോസേഫ് എത്തപ്പെട്ട ആ മിസ്രൈമില് എന്തുണ്ടായി? ആഹാരമുണ്ടായി. ഹല്ലേലൂയ. ത്യജിക്കപ്പെട്ട യോസേഫ് എത്തപ്പെട്ട ദേശത്ത് ക്ഷാമമില്ലാതെ സമൃദ്ധി ഉണ്ടായെന്ന്, ത്യജിക്കപ്പെട്ട കണ്ണുനീരത്തിലും ദുഃഖത്തിലും പ്രതിസന്ധിയിലും അകപ്പെട്ടായിരിക്കുന്ന ആമേൻ വ്യക്തി ജീവിതമാണോ നീ? നിന്റെ പ്രാർത്ഥന നിമിത്തം, നിന്റെ സമർപ്പണ നിമിത്തം നീ ആയിരിക്കുന്നിടത്ത് സമൃദ്ധിയുടെ അനുഭവം ഉണ്ടാകുമെന്ന്, ആമേൻ അനുഗ്രഹിക്കപ്പെടുമെന്ന്, ആമേൻ ആർക്കും വേണ്ടാതെ ആമേൻ എടുത്തെറിയപ്പെട്ട ഒരു പാഴ് വസ്തു പോലെയാണ് നീ ആയിരിക്കുന്നെങ്കിൽ നിന്നോട് കൂടെ ദൈവമുണ്ട്. നീ നിരാശപ്പെടേണ്ട. ഹല്ലേലൂയ. ആമേൻ നിന്റെ ദുഃഖത്തെ, ആമേൻ അതെ നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവം. ഉൽപ്പത്തി ആമേൻ 41-ാം അധ്യായം 51-ാം വാക്യം വായിക്കുമ്പോൾ, എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദ്യ ജാതന് മനേഷ് എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ആമേൻ. ദൈവം ആമേൻ തലമുറകളെ കൊടുക്കുമ്പോൾ ആമേൻ തലമുറ ലോകത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനിടയാകാതെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിച്ച് ആമേൻ കാണുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആമേൻ ദൈവം തന്ന തലമുറയെ ദൈവനാമത്തിന് വേണ്ടി വളർത്തുവാനിടയാകണം. ആമേൻ എന്റെ സകല കഷ്ടതയും, ആമേൻ യോസേഫിന്റെ സകല കഷ്ടതയും കണ്ട ദൈവം എന്റെ പിതൃഭവനത്തെ ഒക്കെയും ആമേൻ ദൈവം എന്നെ മറക്കുവാറാക്കി. അതിനർത്ഥം അപ്പനമ്മയും മറക്കുക വേണ്ടെന്നല്ല. ആമേൻ അതെ ത്യജിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ആമേൻ ചേർത്ത് നിർത്തി മാനിക്കേണ്ട വികാര മനോഭാവമില്ലാതെ ആമേൻ ലോകപ്രകാരം ജീവിക്കത്തക്ക വിധത്തിൽ ആമേൻ അതെ ഒരു വല്ലാത്ത സ്വഭാവത്തിനുടമകളായി ജീവിക്കുന്ന ആ പിതൃഭവനം ഉണ്ടല്ലോ. അബ്രഹാമിനെ വിളിച്ചപ്പോ അബ്രഹാമിനോട് പറഞ്ഞത്, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയൊക്കെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാനാ. ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ ആ പാരമ്പര്യമില്ലേ, ആ സ്വഭാവമില്ലേ, കൈമാറി വന്ന അത് നിമിത്തമാ നിനക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തത്. ആമേൻ നീ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട്, ഇത് പറഞ്ഞ അപ്പനെ എറിയാനോ അമ്മയെ എറിയാനോ സഹോദരങ്ങളെ എറിയാനല്ല, ആ പാരമ്പര്യമായി കൈമാറി വന്ന ചില പരിപാടികളില്ലേ, ആമേൻ ചില വിശ്വാസമില്ലേ, ചില സമ്പ്രദായങ്ങളില്ലേ, അതെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് ആമേൻ നീ ആമേൻ അതെ യോസേഫിനെ പോലെ ആമേൻ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ നീ ആയിരിക്കുന്നിടം അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി 49:22 വായിക്കുമ്പോൾ ആമേൻ തന്റെ പിതാവിന്റെ വാർദ്ധക്യം എത്തിയപ്പോൾ, താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ഒരിക്കൽ ത്യജിക്കപ്പെട്ട യോസെഫിനെ വിളിച്ച് അനുഗ്രഹിക്കുകയാണ്. യോസെഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീറിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. നോക്കണമേ, ആമീൻ നല്ല പ്രായത്തിൽ ത്യജിക്കപ്പെട്ട, ഒഴിവാക്കപ്പെട്ട, എന്നാൽ വാർദ്ധക്യത്തിൽ ആമീൻ യോസെഫ് അനുഗ്രഹിക്കപ്പെട്ടു. യോസെഫ് ആയിരിക്കുന്നിടത്തേക്ക് സഹോദരങ്ങൾ എത്തി, അപ്പനെത്തി. ആമീൻ നല്ല വാർദ്ധക്യത്തിൽ അവൻ മരിക്കുന്നതിന് മുമ്പ് ആമേൻ ചെറുപ്രായത്തിൽ ത്യജിക്കപ്പെട്ട, എടുത്തെറിയപ്പെട്ട യോസെഫ് ആമേൻ അടുത്ത് വിളിച്ച് അവന്റെ ശിരസിന്മേൽ കൈവച്ച് എന്ത് ചെയ്യാണ്? അനുഗ്രഹിക്കുകയാണ്. ആമേൻ അവൻ ആരാണ്? ആമേൻ ഫലപ്രദമായ ഒരു വിശ്വമാണ്. നീറുറവിനരികെ ഫലപ്രദമായ ഒരു വിശ്വം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ആമേൻ അതെ പടർന്നു പന്തലിക്കത്തക്ക വിധത്തിൽ. ആമേൻ നിന്നെ അകറ്റി നിർത്തിയില്ലേ? ആമേൻ നിന്റെ കുടുംബക്കാർ, ദേശക്കാർ, ഉറ്റവർ, ഉടയവർ ആരും ആയിക്കൊള്ളട്ടെ, നിന്നെ മനസ്സിലാക്കാതെ, നിന്നിലുള്ള ദൈവകൃപ മനസ്സിലാക്കാതെ, നിന്നിലുള്ള ദർശനം, കാഴ്ചപ്പാട് നീ ഷെയർ ചെയ്തപ്പോൾ നിന്നെ അവോയ്ഡ് ചെയ്തില്ലേ? അതെ അവര് നിന്നെ വിളിച്ച് നിന്നെ അനുഗ്രഹിക്കത്തക്ക വിധത്തിൽ, നീ ഒരു അനുഗ്രഹമായി തീരത്തക്ക വിധത്തിൽ. ഹല്ലേലൂയ. നിന്റെ ദുഃഖം അവൻ യോസെഫിനോട് ചോദിച്ചാൽ യോസെഫിന്റെ ദുഃഖം അവൻ പറയും. സഹോദരങ്ങൾക്ക് ആഹാര പൊതിയുമായി ക്ഷേമം തിരക്കുവാൻ അപ്പന്റെ വാക്ക് കേട്ട് ഇറങ്ങിച്ചെന്നപ്പോ ആമേൻ പ്രതീക്ഷിക്കാതെ ആമേൻ എന്നെ പൊട്ടക്കണക്കിലേക്ക് എടുത്തെറിഞ്ഞ എന്റെ സഹോദരങ്ങള്, ഹല്ലേലൂയ, ആമേൻ 30 ആമേൻ കാശിന് ആമേൻ എന്നെ വിറ്റ് കളഞ്ഞ,
ഹല്ലേലൂയ. അവന് ആമേൻ ഹൃദയത്തിനകത്ത് ഒത്തിരി ദുഃഖങ്ങളുണ്ട്. എന്നാൽ ആ ദുഃഖമെല്ലാം മറന്ന് അവരെ സ്നേഹിക്കത്തക്ക വിധത്തിൽ ഒരു ഹൃദയത്തിന് ഉടമയാക്കി മാറ്റിയ ദൈവം ഇന്ന് പല സഹോദരി നിന്നോട് കൂടെയുണ്ട്. സഹോദര നിന്റെ കൂടെയുണ്ട്. മാതാവേ പിതാവേ നിന്നോട് കൂടെയുണ്ട്. നിന്റെ ദുഃഖത്തെ ആമേൻ നിന്റെ വിലാപത്തെ നൃത്തമാക്കി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് കൂട്ടുകാരിൽ പരമായി ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവം ഹല്ലേലൂയ ഇന്ന് പകൽ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതെ, നമ്മൾ വായിച്ച വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, ബെയൂല വിവാഹസ്ഥ. ആമേൻ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞാൽ ആമേൻ ഒരു ആണും ഒരു പെണ്ണും വിവാഹം കഴിഞ്ഞാൽ ആമേൻ അവരിൽ നിന്ന് അടുത്ത ജനറേഷൻ ഉണ്ടാകണം. വർദ്ധിക്കണം വർദ്ധിക്കണം വർദ്ധനവ്. ആമേൻ അത് മുരടിച്ചു പോകുന്ന അവസ്ഥയല്ല, തകർന്നു പോകുന്ന അവസ്ഥയല്ല. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ എന്ത് ചെയ്യണം? പുറത്തു വരണം. ആമേൻ ഒരു കുഞ്ഞ് പുറത്തു വരുമ്പോൾ ഏത് മാതാവാ സന്തോഷിക്കാതിരിക്കുന്ന, ഏത് പിതാവാ സന്തോഷിക്കാതിരിക്കുന്ന? ഒരു കുഞ്ഞ് കാലിട്ട് അടിച്ച് കളിക്കുന്നത് വളരുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരു അനുഭവമല്ല വിവാഹം എന്ന് പറയുന്നത്. ആമേൻ അങ്ങനെയെങ്കിൽ ആമേൻ സങ്കട ദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. ഉൽപ്പത്തി 41:52 വായിക്കുന്നത് സങ്കട ദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തെ എഫ്രീം എന്ന് പേരിട്ടു. ഹല്ലേലൂയ. സങ്കടപ്പെട്ടിരിക്കുന്ന ദേശത്ത് ആമേൻ അത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു ആമേൻ എന്ന് പറഞ്ഞ് അവന് എഫ്രീം എന്ന് പേരിട്ടു. സഹോദര കണ്ണുകൾ അടയ്ക്കാം. സഹോദരി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആമേൻ സങ്കടം കണ്ട്, അതെ ലൈനയുടെ സങ്കടം കണ്ടില്ലേ? അത് ഹന്നയുടെ കണ്ണുനീര് കണ്ടില്ലേ? അത് ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങളുടെ സങ്കടങ്ങളെ കണ്ട് നിങ്ങളിനി അത് ഓർക്കാത്ത വിധത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി അവൻ വലിയത് ചെയ്യുന്ന ഒരു നല്ല ദൈവമാണ്. ഇന്ന് പകൽ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എൻ്റെ സകല കഷ്ടതയും എന്നെ മറക്കുമാറാക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ. അതെ, ത്യജിക്കപ്പെട്ട അവസ്ഥയാണ്. യാക്കോബ് ഒറ്റ രാത്രി ആർമാരികളെ പോലെ അനുഗ്രഹം പ്രാപിപ്പാനിടയായി തീർന്നത്. അവൻ്റെ ജഡപ്രകാരമുള്ള അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന 15 വ്യക്തികളെ മാറ്റിവെച്ചു. അവൻ്റെ സമ്പത്തുകളെല്ലാം അക്കരെ കൊണ്ടുവച്ചു. അവൻ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കഥകളൊക്കെ ആൾമാറിയവനെ പോലെ അവൻ നിന്നെ കാണുന്നവർക്കൊക്കെ സന്തോഷം അനുഭവിക്കത്തക്ക ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ടവനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് കൂടപ്പം അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. എൻ്റെ പിതാവ് കർത്താവിൻ്റെ വേലയിൽ ദീർഘനാളുകളായിട്ട് ആയിരിക്കുന്നു. ശാരീരികമായ ക്ലേശത്തിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആരോഗ്യം വീണ്ടെടുക്കുവാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിപ്പാട്ടൊക്കെ നമ്മുടെയാകുന്നു. നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ദുഃഖിച്ചിരിക്കേണ്ടവരല്ല. ആമേൻ. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിശന്ന മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്ന് യഹോവയുടെ നടുതലയെന്നും പേരാണ്. എന്ന് പകൽ ദേശത്ത് മാനിക്കപ്പെട്ടവരാ ജീവിക്കുവാൻ നമ്മെ ആമേൻ ശക്തീകരിക്കുന്ന നമ്മുടെ കർത്താവ് അഭിഷേകത്തോടെ ഇറങ്ങി വന്നു. അവനിവിടെ ആയിരുന്നപ്പോൾ തകർന്നു കിടന്ന കുടുംബങ്ങളെല്ലാം പണിയപ്പെടുവാനിടയായി. ഇന്ന് പകലായ യേശു വിശ്വസിക്കുന്നവരുടെ മേൽ അവന്റെ സാന്നിധ്യമായി പകരുകയാണ്. ഇന്ന് പകൽ കണ്ണുകളടയ്ക്കാം. വചനം കേട്ട എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗ പിതാവേ, ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായ സ്തോത്രം. കർത്താവ് 20 വർഷത്തേക്ക് എത്തിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബജീവിതം ഇത്രത്തോളം സന്തോഷകരമാക്കി തീർന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പകൽ ഞങ്ങളെ ശ്രദ്ധിച്ച ആരെങ്കിലും ദുഃഖത്തിലായിരിക്കുന്നുവെങ്കിൽ, നിരാശയിലായിരിക്കുന്നുവെങ്കിൽ, പ്രതികൂലത്തിലായിരിക്കുന്നുവെങ്കിൽ, പ്രതിസന്ധിയിലായിരിക്കുന്നുവെങ്കിൽ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു കൂട്ടുകാരിൽ പരമായി അവരെ നടത്തുമാറാകണമേ. വിശാലത നൽകണമേ. ദുഃഖത്തെ എടുത്തു മാറ്റണമേ. സന്തോഷം വർദ്ധിപ്പിക്കണമേ. ആ പരിപൂർണതയിലേക്ക് കൈപിടിച്ച് നടത്തണമേ. തലമുറകളില്ലാത്തവർക്ക് തലമുറകളെ കൊടുക്കണമേ. വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതായിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കട്ടെ കർത്താവേ. വിവാഹം കഴിഞ്ഞിട്ടും ഡിവേഴ്സിലായിരിക്കുന്ന അനേകരുണ്ട്. ഡിവേഴ്സിന്റെ ആമേൻ പേപ്പേഴ്സ് കൊടുത്തവരുണ്ട്. അങ്ങനെ വിവിധ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായിരിക്കുന്ന കർത്താവേ, എല്ലാ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. അവരഭിമുഖീകരിക്കുന്ന ചെറുതും വലുതുമാകുന്ന എല്ലാ വിഷയങ്ങളുടെ പേരാണ് മറുപടി കൊടുത്ത് മാനിച്ചാണ് മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവരും ഒരിക്കൽ കൂടായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, അവിടുത്തെ സമാധാനം കൊണ്ട് എല്ലാവരും നടത്താം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ
ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ പേര് ഷിജു ജോസ്, എൻ്റെ ഭാര്യയുടെ പേര് ഷീജ ഷിജു, എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ പേര് റൂഹമ്മ മോൾ ഷിജു, ഇളയ കുഞ്ഞിൻ്റെ പേര് റൂത്ത് മോൾ ഷിജു. കുഞ്ഞിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഒരു വർഷം കൂടെ ഞങ്ങൾ ഈ നെന്മാറയിൽ ആയിരിക്കേണ്ടതുണ്ട്. മൂത്ത മോള് +1 ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന 26-ാം തീയതി എക്സാം തുടങ്ങുകയാണ്. കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ആമേൻ. ഒരു വർഷം കൂടെ അവളുടെ തുടർ പഠനത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ നെന്മാറയിൽ ആയിരിക്കേണ്ടതുണ്ട്. ആമേൻ. അതുപോലെ ഞങ്ങളുടെ ഇളയ കുഞ്ഞ് 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിലേക്കാണ്. ആമേൻ. ഞങ്ങൾ കഴിഞ്ഞ നവംബർ തൊട്ട് സഭ ശുശ്രൂഷ, ആമേൻ, അതെ, സഭയിൽ ആമേൻ സ്ഥിരം സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ. സഭാചാരനെ വിട്ട് ആമേൻ പൊതു ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവ് അയക്കുന്നിടത്ത് കടന്നുപോയി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഈ ഒരു വർഷം ആമേൻ കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുവാനും കർത്താവ് നൽകിയ കൃപയ്ക്കൊത്തവണ്ണം ശുശ്രൂഷിക്കുവാനും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. അതെ, അതിനുശേഷം ആമേൻ കർത്താവ് തന്നിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് ആമേൻ സഭാ ശുശ്രൂഷയിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ. എന്നാൽ ഒരു വർഷം ആമേൻ കർത്താവിൻ്റെ ആ നിയോഗപ്രകാരം പൊതു ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അനുവദിച്ച ഇന്ന് വൈകിട്ട് 8 മണിക്കുള്ള ലൈവിൽ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 8 മണിക്ക് ലൈവിൽ കാണാം. സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത എന്ന് പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് എല്ലാ ദിവസവും 8 മണിക്ക് അതിനെ ശുശ്രൂഷിക്കുന്നത്. അത് നിങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഗോഡ് ബ്ലെസ് യു.